السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈയൊരു സായാഹ്നത്തിൽ പടച്ചറബിന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖൈറുൽ കലാമാകുന്ന അവൻ്റെ കലാമിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം, തൗഫീഖ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ സദസ്സിൻ്റെ എല്ലാ മഹത്വങ്ങളും ബറക്കാത്തുകളും അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ജീവിതത്തിൽ നീറുന്ന നിരവധി മാനസിക, ശാരീരിക, കുടുംബ, സാമൂഹിക പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ എവിടെയാണ് ഒരു ആശ്വാസമെന്ന് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ തുരുത്തായി മനുഷ്യർ കണ്ടെത്തുന്ന ലഹരിയും ആത്മീയ വാണിഭ കേന്ദ്രങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും അവിഹിതങ്ങളുമെല്ലാം ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധിയും പ്രതികൂലതകളും സമ്മാനിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാറി മറിയുന്ന ജീവിത സാഹചര്യങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എന്താണ് വഴി എന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ വിജ്ഞാനവേദിയിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായ, ഏറ്റവും തീവ്രമായ പരീക്ഷണ ഘട്ടത്തെ പരിചയപ്പെടുത്തിയ, അത് സംഭവിച്ച ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്, മുഹറം മാസത്തിൽ. ഈ മുഹറത്തിലാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം, ആളുകളെല്ലാം ചിന്നിച്ചിതറി എവിടെയാണ് മുഹമ്മദ് എന്ന് പരതുന്ന സമയം, പിടികൂടി ശത്രുക്കളെ ഏൽപ്പിച്ചാൽ കിട്ടുന്ന ലാഭം അതിലേക്ക് കണ്ണും നട്ട് നിരവധി ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഇറങ്ങിയത്. അതിലൊരു സംഘം എത്തിപ്പെട്ടത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും താൽക്കാലികമായി അഭയം പ്രാപിച്ച സൗറിന്റെ കോലായിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കാലും തിളങ്ങുന്ന വാളുകളും നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മന്ത്രിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവരെങ്ങാനും അവരുടെ കാൽക്കീയിലേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയവിഹ്വലനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത മറുപടി നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇത്നൈൻ ഇദ് ഹുമാ ഫിൽ ഖാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും രണ്ടുപേർ ആ ഗുഹയിൽ അഭയം പ്രാപിച്ച സമയത്ത് അള്ളാഹുവിന്റെ സഹായമിറങ്ങി. തന്റെ സഹോദരനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ശാസ്ത്രത്തിന്റെയും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള യുക്തിയുടെയും പിൻബലത്തോടുകൂടെ പല കാര്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടാണ് അവർ ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത്തരക്കാരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ? അതല്ല, അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ തന്നെയാണോ? നാം ഇല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടതെല്ലാം ചെയ്ത് ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ പടച്ച് ഉണ്ടാക്കി നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഉടമപ്പെടുത്തി നമുക്ക് വേണ്ടതെല്ലാം സംവിധാനിച്ചു തന്ന ഒരു പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. ആ റബ്ബിൽ അചഞ്ചലമായ വിശ്വാസം, പ്രതികൂലതയിലും അനുകൂലതയിലും ആരോഗ്യത്തിലും രോഗാവസ്ഥയിലും ഏതൊരു സാഹചര്യത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും കൂട്ടത്തിലും ഏകാഗിയായിരിക്കുമ്പോഴും സദാസമയം നമ്മെ നിരീക്ഷിക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ കാണുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു പടച്ച റബ്ബുണ്ടാകുമ്പോൾ എന്തിനാണ് അബൂബക്കർ താങ്കൾ ഭയക്കുന്നത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ആ നേരം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഭയമാണ്, ആശങ്കയാണ്. ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റി നമ്മെ എല്ലാവരെയും മതിക്കുന്നുണ്ട്. അവരെങ്ങാനും കാൽക്കീയിലേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. നമ്മൾ പിടിക്കപ്പെട്ടാൽ പിന്നീട് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ഓർക്കാതിരിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ? അവിടെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾ ഒന്നും ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയാണ് നമ്മുടെ പ്രതീക്ഷ. ശരീരത്തെ പരിശോധിച്ച് ഡോക്ടർമാർ ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞാലും നമുക്കൊരു രക്ഷയുടെ തുരുത്തുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വഴിയറിയാതെ നാം ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാലും, ഏതെങ്കിലും സാഹചര്യത്തിൽ സന്ദർഭങ്ങളിൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ലഭിക്കാതെ നാം പ്രതിസന്ധിയിലായാലും, നമ്മുടെ മുന്നിലെ പ്രതിസന്ധികളെ അകറ്റാൻ നമ്മെക്കുറിച്ചറിയുന്ന, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചറിയുന്ന, കാരണങ്ങളെക്കുറിച്ചറിയുന്ന, ആവശ്യങ്ങളെക്കുറിച്ചറിയുന്ന, അതെവിടെയുണ്ടെന്നറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന ആ ഒരു വിശ്വാസം, ഇതിനേക്കാൾ വലിയ ആശ്വാസം നമുക്കെന്താണ്? ഏകാന്തമായ അന്തരീക്ഷത്തിൽ ഹാജറ ബീവിയെ ഉപേക്ഷിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു പോരുമ്പോൾ ഹാജറ ബീവിയുടെ ചോദ്യം, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഇബ്രാഹിം, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടോ? ആരുമില്ലാത്ത, ഒരു പച്ചപ്പില്ലാത്ത, ഒരു ചെറിയ ജലത്തിന്റെ സാന്നിധ്യമില്ലാത്ത, ജീവന്റെ തുടിപ്പില്ലാത്ത, ഏകാന്തതയുടെ ആ ഒരു വിജനതയിൽ തങ്ങൾ ഉപേക്ഷിച്ചു പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ, അള്ളാഹിന്റെ കൽപ്പനയുണ്ട്. ഇത് കേട്ടപ്പോൾ ഹാജറ ബീവി ഒരു ചോരക്കുഞ്ഞുമായിട്ട് ഒറ്റക്കാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല, രാത്രി ഇരുളായാൽ എന്താകുമെന്നറിയില്ല, ആ പ്രദേശത്തെക്കുറിച്ച് പരിചയമില്ല. എന്നിരുന്നിട്ട് പോലും
പ്രതിസന്ധികളെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെട്ട് ബോധരഹിതയായി വീഴാണ്ട് ഏങ്ങലടിച്ച് പടച്ച റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തന്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കാതെ, സെന്റിമെന്റ്സ് മുന്നിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിന് ശ്രമിക്കാതെ ഹാജറ റളിയല്ലാഹു അൻഹ വിളിച്ചു പറഞ്ഞത്, താങ്കൾക്ക് പോകാം, അള്ളാഹു ഞങ്ങളെ കൈവടിയുകയില്ല. എന്ത് കാരണമാണ് അവിടെ മുന്നിലുള്ളത്? എന്ത് ചിന്തിച്ചിട്ടാണ് സമാധാനിക്കാനുള്ളത്? ഒന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരു ബന്ധു കൈത്താങ്ങിനുണ്ടോ? ഇല്ല. ഭക്ഷണത്തിന് വല്ലതുമുണ്ടോ? ഇല്ല. പൈതാഹം മാറ്റാൻ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമുണ്ടോ? അതുമില്ല. ഒരു ജീവന്റെ സാന്നിധ്യം, ഏതെങ്കിലും ഒരു ചെറിയ വെട്ടമെങ്കിലും എവിടെയെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ടോ? ഒന്നുമില്ല. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു എൻട്രൻസ് മാത്രമുള്ള ഹറമിന്റെ ആരുമില്ലാത്ത ഏകാന്തതയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ അള്ള പറഞ്ഞിട്ടാണെങ്കിൽ താങ്കൾക്ക് പോകാം എന്ന് പറയുമ്പോൾ എത്ര വലുതാണ് ആ ഒരു വിശ്വാസം, ആ ഒരു യഖീൻ എന്നത് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ആ ഒരു ബലം, ആ ഒരു ശക്തി ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ കൂടെ നമ്മുടെ പടച്ച റബ്ബുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാനും ഉറച്ചു വിശ്വസിക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ എന്നും ആ ഒരു യഖീനിലേക്ക് നമ്മുടെ ഈമാൻ വളർന്നിട്ടുണ്ടോ എന്നും നാം പരിശോധിക്കേണ്ടതാണ്. ഇരുളുകൾക്കകത്ത് വെച്ച് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം സമാധാനിച്ചത് അതാണ് അല്ലേ? ഒരാൾ മുങ്ങിപ്പോയത് പുഴയിലാണെന്നറിഞ്ഞാൽ, ഒരുപാട് തെരഞ്ഞിട്ടും കണ്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, ഇനി എങ്ങനെ കാണാനാ, അത്രയും പരന്നു കിടക്കുകയല്ലേ, മഴക്കാലം വെള്ളം ഉയർന്നില്ലേ, നല്ല കുത്തിയൊഴുക്കല്ലേ എന്നൊക്കെ. എന്നാൽ കടലിന്റെ മധ്യയാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഉപേക്ഷിക്കപ്പെട്ടത്. കടലിന്റെ ആഴിയിലെ ഇരുട്ട്, മനസ്സിലെ ഭീതിയിലെ ആ ഇരുട്ട് അല്ലേ, മൊത്തത്തിൽ രാവിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിനകത്തെ ഇരുട്ട്, ഈ എല്ലാ ഇരുട്ടിനകത്തും മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം സമാധാനം കണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള സ്മരണയിലാണ്. ഫനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. അദ്ദേഹം ആ ദുലുമാത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു, പടച്ച റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. എന്താ വിളിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഒരു കുറവുകളും ഇല്ലാത്തവനാണ്, ഒരു പോരായ്മകളും ഇല്ലാത്തവനാണ്, പരിപൂർണമായിട്ട് വിശുദ്ധിയുള്ളവനാണ്. എന്റെ ഭാഗത്ത് അതിക്രമം സംഭവിച്ചു പോയിരിക്കുന്നു പടച്ചോനെ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ അതൊരു വിശ്വാസമാണ്. ഈ മത്സ്യത്തിനകത്ത് ഇനി എനിക്കൊരു ജീവിതമോ, ഇനി എനിക്കൊരു മടക്കമോ? എങ്ങനെ? കടലിൽ മത്സ്യം വിഴുങ്ങി ഒരാളും ഇതുവരെ ജീവിച്ചിട്ടില്ലല്ലോ എന്നൊന്നും ചിന്തിക്കാൻ അവിടെ നിന്നിട്ടില്ല. കാരണം ചോദിക്കുന്നവൻ, ചോദിക്കപ്പെടുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. യൂനുസിന്റെ റബ്ബും മത്സ്യത്തിന്റെ റബ്ബും കടലിന്റെ റബ്ബും രാവിന്റെ റബ്ബും കരയുടെ റബ്ബും ജീവന്റെ റബ്ബും റൂഹിന്റെ റബ്ബും എല്ലാം പഠിച്ചവനാ. എല്ലാറ്റിന്റെയും കൺട്രോൾ അല്ലാന്റെ അടുത്താണ്. അതുകൊണ്ട് ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല. മത്സ്യത്തിന്റെ റബ്ബായ പടച്ച റബ്ബിനെ, ആ പടച്ച റബ്ബിന്റെ സൃഷ്ടിയായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ മത്സ്യം വിഴുങ്ങിയെങ്കിൽ ആ മത്സ്യത്തെ കൊണ്ട് ആ വിഴുങ്ങിയതിനെ ജീവനോടെ തട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പ്രയാസമില്ല. തീക്കുണ്ഠാരത്തിന് മുന്നിൽ ധൈര്യസമേതം ഇബ്രാഹിം നബി നിന്നതും ആ ഒരു വിശ്വാസത്തിലാണ്. ഭയന്നു പോയിട്ടില്ല. വിശ്വാസികൾ ഒരു കാലത്തും ഭയന്നു പോയിട്ടില്ല. ആശങ്കകളും അതുപോലെ തന്നെ ശത്രുതയും പലതരത്തിലുള്ള ആരോപണങ്ങളും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊന്നല്ല, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും പ്രബോധകന്മാരും ജീവിതയാത്രയിൽ പ്രയാസങ്ങളും ആരോപണങ്ങളും പീഡനങ്ങളും സഹിച്ചത് തെല്ലൊന്നുമല്ല. അകാരണമായി വർഷങ്ങളോളം അവർ ജയിലിൽ കടന്നിട്ടുണ്ട്. ശവരാരും പതറിപ്പോയില്ല. എന്തേ? അല്ലാഹിലുള്ള വിശ്വാസം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന പടച്ച റബ്ബിന്റെ ഏറ്റവും നല്ല ദാസനായി ആ റബ്ബിന്റെ ദീനിനെ കണിശമായി ഫോളോ ചെയ്യണമെന്ന ആ വാശിയിൽ ജീവിത സാഹചര്യങ്ങളുമായിട്ട് സമരം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയുടെ മുന്നിൽ വെല്ലുവിളികളില്ല. കാരണം അവന്റെ കൂടെ പടച്ചോനാണുള്ളത്. പടച്ചോൻ കൂടെയുള്ള ഒരാളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല.
അള്ളാഹു സഹായിക്കാൻ തീരുമാനിച്ച ഒരാളെ അതിജയിക്കാൻ, അയാളെ പരാജയപ്പെടുത്താൻ, അയാളെ തോൽപ്പിക്കാൻ കരുത്തുള്ള ഒരു ശക്തിയുമില്ല. ലോക പോലീസ് ചമയുന്ന ആയുധ സമാഹരണങ്ങൾ, വൈവിധ്യമാർന്ന ആയുധങ്ങൾ കൂമ്പാരമാക്കി കൂട്ടിയിട്ട് ലോകത്തെ തന്നെ ഒറ്റ ബട്ടനിൽ നശിപ്പിക്കാൻ കരുത്തുള്ള വൻകിട ശക്തികൾ ഉണ്ടെങ്കിൽ പോലും ശരി, അവരെക്കാളും ഉന്നതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ നശിപ്പിക്കാൻ നാട്ടുകാരെല്ലാവരും കൂട്ടം കൂടിയിട്ടുണ്ട്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അവരോരോരുത്തരും വിറക് കെട്ടുകൾ നേർന്നിട്ടുണ്ട്. ബിൽഡിങ്ങുകൾ കണക്കെ വലിയ വലിയ വിറക് കൂമ്പാരമാണ് അവർ ഉണ്ടാക്കിയത്. പക്ഷേ തീയിന്റെ ഖാലിഖും ഇബ്രാഹിം നബിയുടെ ഖാലിഖും അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലിടുന്ന സമയത്ത് അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ഖുൽനാ യാ നാറു കുനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് മേൽ നീ തണുപ്പാവുക. തീ തണുപ്പ് മാത്രമായിരുന്നെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിറങ്ങലിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തീയോട് പറഞ്ഞു, സലാം, സലാമുമാവുക. ബർദം വസലാമ, തണുപ്പും സമാധാനവുമാവുക. ആ തണുപ്പ് ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നില്ല. ആ തണുപ്പ് കാരണം എന്തെങ്കിലും ഒരു ഡിസീസ് ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും മരവിപ്പ് തോന്നിയിട്ടില്ല. കാരണം ബർദൻ വസലാമ, ബർദും സലാമുമായിരുന്നു ആ തീക്കുണ്ടാരം. ഒരു രോമത്തെ പോലും ആ തീ കരിച്ചില്ലെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ശക്തി എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ഖേദിച്ചു മടങ്ങി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം ഊഷ്മളമാക്കുമ്പോൾ എത്ര വലിയ സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടും, അല്ലേ? ഇതുപോലൊരു മഴക്കാലത്ത് രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ വയനാട്ടുകാരിൽ അധിക പേരും മണ്ണിനടിയിലാണ്. ഒരു കുടുംബത്തിലെ നിരവധി ആളുകൾ മരിച്ച് ഒരാൾ മാത്രം തനിച്ചായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഇനി എനിക്കാരാണുള്ളത്? ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ? ഇനി ഞാൻ എന്തിനു ജീവിക്കണം? എന്നിത്യാദി ചോദ്യങ്ങളൊന്നും വിശ്വാസി ചോദിക്കില്ല. ഖദറുല്ലാഹി വമാ ശാഅ ഫഅല. അല്ലാഹുവിന്റെ തീരുമാനം അവൻ നടപ്പിലാക്കും. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. എന്നെ ജനിപ്പിക്കണമെന്നത് റബ്ബിന്റെ തീരുമാനമാണ്. എന്നെ രോഗിയാക്കണമെന്ന് റബ്ബിന്റെ തീരുമാനമാണ്. എന്നെ മരിപ്പിക്കണമെന്ന് റബ്ബിന്റെ തീരുമാനമാണ്. എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകണമെന്ന്, ഇണകൾ ഉണ്ടാകണമെന്ന്, വീടുണ്ടാകണമെന്ന് എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. ആ കുടുംബാംഗങ്ങൾ എനിക്ക് മുമ്പ് മരിക്കണമെന്നതും റബ്ബിന്റെ തീരുമാനമാണ്. ഞാനും ഒരു നാളിൽ മരിക്കുമെന്നതും റബ്ബിന്റെ തീരുമാനമാണ്. അപ്പോൾ എല്ലാം റബ്ബാണ്. നേടിയതെല്ലാം പടച്ചോൻ തന്നതാണ്. നേടാനിരിക്കുന്നതെല്ലാം പടച്ചോൻ തന്നതാണ്. അതുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയിട്ടുള്ള ഈ നിഅമത്തിന് നന്ദി കാണിക്കുന്നവനാക്കി നീ എന്നെ മാറ്റണേ. നിനക്ക് തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ. ഒരു മഹാപ്രവാചകൻ തന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അത്ഭുതം പ്രകടിപ്പിച്ചപ്പോൾ ഇതെന്റെ സിദ്ധിയാണെന്നോ ഇതെന്റെ കരുത്താണെന്നോ ഒന്നും പറയാതെ റബ്ബിനെ ഓർക്കുകയാണ്. അങ്ങനെ ഒരു റബ്ബ് നമുക്കുണ്ടെങ്കിൽ എന്തിനു നാം ഭയക്കണം? എല്ലാ പ്രഭാതത്തിലും നമ്മൾ പറയുന്നില്ലേ, റളിതു ബില്ലാഹി റബ്ബ വബിൽഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെടുന്നു. റബ്ബേ എന്ന് വിളിക്കുമ്പോ അല്ലാഹുമ്മ എന്ന് വിളിക്കണേക്കാളും ഒരു ഇന്റിമസി അതിനകത്തുണ്ട്.
റബ്ബേ എന്ന് വിളിക്കുമ്പോ എന്നെ സൃഷ്ടിച്ച് എന്നെ ഉടമപ്പെടുത്തി എന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്റെ കഴിഞ്ഞതും പ്രസന്റും വരാനിരിക്കുന്നതും എല്ലാം അറിയുന്ന, എനിക്ക് ഖൈറും എനിക്ക് ശർറും, എനിക്ക് ലാഭവും എനിക്ക് നഷ്ടവും എല്ലാം അറിയുന്ന പടച്ചോനെ, എന്റെ രക്ഷിതാവേ എന്നാണ് വിളി. ചില്ലറ വിളിയല്ല. ആ വിളി മനസ്സിൽ തട്ടി വിളിക്കാൻ ഒരാൾക്ക് പറ്റുന്നെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളില്ല സഹോദരന്മാരെ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച നാട് പ്രതികൂലമാണ്, അറിയാമല്ലോ. അവിടെ ആൺകുട്ടികൾക്ക് ജനിക്കാൻ പെർമിഷൻ ഇല്ലാത്ത കാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ മാതാവിന് വഹീ കൊടുക്കാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിക്കുകയാണ്, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഈ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫീ വലാ തഹ്സനീ ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. എന്ത് ചെയ്യണം കുട്ടിയെ? പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കണം. ഒരു ഉമ്മയോട് തന്റെ ഒരു കുഞ്ഞിനെ, ഉമ്മയുടെ വാത്സല്യം ആവശ്യമുള്ള, അമ്മിഞ്ഞ നുകരേണ്ട, ആ മാറിന്റെ ചൂട് ലഭിക്കേണ്ട സമയത്ത് ആ കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അങ്ങനെ ഒരു നിർദ്ദേശം അവരെ അറിയിക്കുന്നത്. അവരത് നിർവഹിക്കുമ്പോൾ പേടിയുണ്ട്, വിഷമമുണ്ട്. അല്ലാഹ് സമാധാനിപ്പിച്ചു, വലാ തഖാഫീ വലാ തഹ്സനീ, ദുഃഖിക്കണ്ട, ഭയക്കണ്ട. ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. ആ കുഞ്ഞിനെ ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. എത്ര വ്യവസ്ഥാപിതമായി, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു ആ വാക്ക് പാലിച്ചത്. ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ അള്ളാഹു കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് മുർസലുകളിൽപ്പെട്ട റസൂലാക്കി മാറ്റി. പെട്ടി ഒരിക്കലും കാണാൻ പാടില്ലാത്ത ആളുടെ മുന്നിൽ ചെന്ന് പെട്ട്, അല്ലേ? തൊലിപ്പുറം കറുത്ത മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ നോക്കിയപ്പോൾ അവർക്ക് കണ്ണിന് അള്ളാഹു ആനന്ദം കൊടുത്തു. അതുകൊണ്ട് ഈ കുട്ടി നമുക്ക് കൺകുളിർമ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെ നമുക്ക് വളർത്താം എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിച്ചു. എവിടെയോ തട്ടിത്തടഞ്ഞു പോകുമെന്ന് ഭയന്ന മാതാവിന്റെ ഭയത്തെ അസ്ഥാനത്താക്കും വിധമാണ്, ആശങ്കയെ ഇല്ലാതാക്കും വിധമാണ്, അട്ടിമറിക്കും വിധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാനിങ്. നമ്മുടെ ഒരു കാര്യം പ്ലാൻ ചെയ്യും, പക്ഷെ അള്ളാന്റെ പ്ലാനിങ് അതിന്റെ അപ്പുറത്താണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, നീ എനിക്ക് വേണ്ടി തന്ത്രം മെനയണമേ, എനിക്കെതിരെ നീ തന്ത്രം മെനയല്ലേ. മനസ്സിലായില്ലേ? നമ്മളൊരു ഖൈറിന് വേണ്ടി ചെയ്യുന്ന കാര്യക്കാരം, പക്ഷെ നമ്മളെ പിടികൂടാൻ വേണ്ടിയിട്ടാണെങ്കിലോ നമുക്കറിയില്ലല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പറയാണ്, എനിക്ക് വേണ്ടി തന്ത്രം മെനയണമേ, വൻസുർലീ വലാ തൻസുർ അലയ്യ, എന്നെ നീ സഹായിക്കണമേ, എനിക്കെതിരെ നീ ആരെയും സഹായിക്കല്ലേ. പ്രാർത്ഥനയാണ്. എന്താ പ്രതീക്ഷ? നൈൽ നദിയിൽ ഒരു കുട്ടിനെ ഒഴിക്കുമ്പോ എവിടെയും തട്ടിത്തടഞ്ഞ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഉമ്മന്റെ ഉള്ളിൽ ഫുള്ള് ആ കുട്ടിയെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അള്ളാഹ് മനസ്സിന് സ്ഥൈര്യം കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ഉമ്മ എല്ലാവരോടും പറയായിരുന്നു, എന്റെ കുട്ടിയെ ഞാൻ ഒഴുക്കി വിട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കണം എന്ന്. ആരെ ഭയന്നിട്ടാണ് ഒഴുക്കി വിട്ടത് അവരുടെ കയ്യിൽ തന്നെ എത്തിച്ചു. അവരെ എന്ത് ചെയ്യുമെന്നാണോ ഭയന്നിരുന്നത് അത് ചെയ്യാതെ അവരുടെ സംരക്ഷണത്തിൽ മൂസാ നബി വളർന്നു. എത്ര അത്ഭുതകരമായ കൊണ്ടു നടക്കലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുനടന്നത്. അതുകൊണ്ടാ സൂറത്തു തോഹയിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ, ഇതിനു മുമ്പും താങ്കളുടെ മേൽ നാം ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. നബുവത്ത് കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണം, അല്ലേ? ഫിർഔനിന്റെ അടുക്കലേക്ക് പോകാൻ തടസ്സമായിട്ടുള്ളത് എന്താണ്? ഫിർഔൻ തന്നെ കൊല്ലാൻ കാത്തിരിക്കുകയാണ്.
ഫിർഔൻ താൻ പറയാൻ പോകുന്ന കാര്യം ഉൾക്കൊള്ളാൻ റെഡിയുമല്ല. ഇങ്ങനെയുള്ള ഒരാളെടുക്കലേക്ക് എങ്ങനെ പോകുമെന്ന ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ആളാണ് ഈ കൽപ്പന തന്നത് എന്ന് മൂസാ നബിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖ്ശ്ദുദ് ബിഹി അസ്രി. അല്ലാഹുവേ, ഇശ്റഹ് ലീ സദ്രി, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണം. യസ്സിർ ലീ അംരി, കാര്യം നീ എളുപ്പമാക്കണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിന്റെ കെട്ടുകൾ നീ അഴിച്ചു തരണം. യഫ്ഖഹു ഖൗലി, എന്റെ വാക്കുകൾ അവർക്ക് ഗ്രാഹ്യമാക്കണം. വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി, എന്റെ സഹോദരൻ ഹാറൂനെ എനിക്കൊരു സഹായിയായിട്ട് നീ നിയമിക്കുകയും വേണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പോവാൻ പറയാണ്. ഞങ്ങളോട് ചെന്നിട്ട് തൗഹീദ് പറയും മുമ്പ് ഞങ്ങളെ പിടിച്ചിട്ട് ജയിലിലടക്കുകയോ ഞങ്ങൾ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ആശങ്കയുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കുകയാണ്, നിങ്ങൾ രണ്ടാളും പോയിക്കോളി. ഇന്നി അസ്മഉ വ അറാ, രണ്ടാളും പേടിക്കണ്ട, തീർച്ചയായിട്ടും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കാണുന്നുണ്ട്. നേരെ ചെന്നു, ഫിർഔന്റെ മുമ്പ് ചെന്നു. ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിച്ചു, അല്ലേ? ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിച്ചു. എങ്ങനെ ചോദിച്ചേ? ഫമൻ റബ്ബുകുമാ യാ മൂസ, മൂസ ആരാ നിന്റെ റബ്ബ്? രണ്ടുപേരുണ്ടായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ റബ്ബ് ആരാണ് മൂസ എന്ന് മൂസനോട് പ്രത്യേകം ചോദിക്കാനുള്ള കാരണം എന്താ? മൂസാ നബിക്ക് വ്യക്തമായി സംസാരിക്കാൻ പ്രയാസമുണ്ടെന്ന് ഫിർഔൻ അറിയാം. കാരണം അവിടെ ജീവിച്ചു പോയ ആളാണല്ലോ. അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രയാസപ്പെട്ട് സംസാരിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഇയാളാണോ നബി എന്ന് പറഞ്ഞ് പരിഹസിക്കാനാണ് മൂസയിലേക്ക് മാത്രം ചൂണ്ടിയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണെന്ന് നീ പറ എന്ന് മൂസാ നബിയോട് ചോദിച്ചു. മൂസാ നബി ഫ്ലുവന്റ് ആയിട്ട് ആൻസർ കൊടുത്തു. കാരണം അള്ളാഹുവോട് പ്രാർത്ഥിച്ചാണ്. എന്ത്? വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി, എന്റെ നാവിന്റെ കെട്ട് നീ അഴിച്ചു തരണം, എന്റെ വാക്കുകൾ നീ ഗ്രാഹ്യമാക്കണം. അതുകൊണ്ട് തന്നെ മൂസാ നബി പറഞ്ഞു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് അവക്ക് വേണ്ട ഗൈഡൻസ് കൃത്യമായി നൽകി പോരുന്നവനാണ് ഞങ്ങളുടെ റബ്ബ്. ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ച് അത് ഫിർഔന് മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ അപ്പൊ ഞങ്ങളുടെ മുമ്പ് മരിച്ചുപോയ ആൾക്കാരെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഇങ്ങനെയാണെങ്കിൽ പോലൊക്കെ നരകത്ത് പോലെ. അടുത്ത ചോദ്യമാണ് ചോദിച്ചത്. ഇതിനോട് അനുബന്ധ ചോദ്യമല്ല, പുതിയൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ആദ്യം പറഞ്ഞത് ആൾക്ക് മനസ്സിലായി. മൂസാ നബി എന്താ പ്രാർത്ഥിച്ച്? യഫ്ഖഹൂ ഖൗലി, അല്ലേ? പിന്നെ യസ്സിർ ലീ അംരി, എന്റെ കാര്യം നീ എളുപ്പാക്കണം. എത്ര എളുപ്പ? വടിയിട്ട് പാമ്പായപ്പോ ഫിറഔൻ പറഞ്ഞത് മാജിക്കാണ് പറഞ്ഞത്. മജീഷ്യന്മാരെല്ലാം വിളിച്ചു കൂട്ടി മത്സരത്തിനുണ്ടോ ചോദിച്ചു. എല്ലാ വിങ്ങും ഫിറഔൻ തന്നെ, അല്ലേ? പബ്ലിസിറ്റി, പാർട്ടിസിപ്പേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, വെന്യൂ അറേഞ്ച്മെന്റ്സ്, സീറ്റ് അറേഞ്ച്മെന്റ്സ്, പ്രോഗ്രാം ഒക്കെ മൂപ്പരന്നെ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമി, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമി ആ ദിവസം, ആ യൗമുസ്സീനയുടെ അന്ന് വരിക മാത്രം ചെയ്ത് എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് വടിയിട്ട്, അല്ലേ, പാമ്പായി അതിന് മുമ്പിട്ട സാഹിറുകളുടെ പാമ്പിനെയും വടിയെയും ആ കയറിനെയും വടികളെയും എല്ലാം ഈ സർപ്പം തിന്നു തീർത്ത് തിരിച്ചു വന്നപ്പോ ഫഉൽഖിയ അസ്സഹറതു സുജ്ജദാ, മുഴുവൻ സാഹിറുകളും മജീഷ്യന്മാരും സാഷ്ടാംഗം പ്രണമിച്ചു. ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസ, അവരെല്ലാവരും പ്രഖ്യാപിച്ചു, ഞങ്ങളിതാ ഹാറൂനിന്റെയും മൂസയുടെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. എന്താ മൂസാ നബി പ്രാർത്ഥിച്ചത്? യസ്സിർ ലി അംരി,
കാര്യങ്ങൾ എളുപ്പാക്കണം. ഒറ്റടിക്ക് മൊത്തം ആളുകൾ. കാരണം സാധാരണക്കാരന് മാജിക്കിന്റെ ഉള്ളുകള്ളി അറിയില്ല, എന്നൊരു മജീഷ്യൻ അറിയാം എന്താണ് മാജിക്കിന്റെ സീക്രട്സ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായതും ആ സർപ്പം പണം വിടർത്തി വിഷം ചീറ്റി അവർ വലിച്ചിട്ട കയറുകളും വടികളും എല്ലാം തിന്നു തീർത്ത് തിരിച്ചു വന്നതും മാജിക് അല്ലെന്ന് അവർക്ക് മനസ്സിലായി. സുഹൃത്തുക്കൾ, ആ ഒരു പടച്ചോല് വിശ്വസിക്കണം. നമുക്ക് എന്താലോചിച്ച് ബേജാറാനാ? അതുകൊണ്ടല്ലേ നിങ്ങൾ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഒരു ദുനിയാവ് ഓർത്ത് ബേജാറായിനോ? ശത്രുക്കൾ ഓർത്ത് ബേജാറായിനോ? റിസ്ക് ഓർത്ത് ബേജാറായിനോ? വീടും സൗകര്യങ്ങളും ഓർത്ത് ബേജാറായിനോ? ഈ മുഹറം മാസത്തിലല്ലേ അവരവരുടെ വീടും അതുപോലെ തന്നെ കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചു പോയത്? അവർക്ക് എന്തേ ബേജാറില്ലായിരുന്നു? എന്തായിരുന്നു അവരുടെ ആശ്രയം? ആരായിരുന്നു അവരുടെ അഭയം? എന്തായിരുന്നു അവർക്ക് ധൈര്യം? അല്ലാഹുവാണ്. മുന്നിൽ ഫിർഔനും പിന്നിൽ ഫിർഔനും കൂട്ടർ, മുന്നിൽ ചെങ്കടൽ. قال أصحاب موسى إنا لمدركون كلا إن معي ربي سيهدين. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, മൂസാ നമ്മളിപ്പോൾ പിടിക്കപ്പെടും, നമ്മളിപ്പോ പിടിക്കപ്പെടും, എന്താ നമ്മൾ ചെയ്യാൻ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാണ്ട, നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും നടക്കൂല. നിങ്ങളിപ്പോ എന്താ വിചാരിക്കണേ? ഫിർഔൻ നമ്മളെ വെട്ടി നിർക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിൽ നമ്മൾ എന്ത് ചെയ്യും? എടുത്തിട്ട് കടലിലേക്ക് ചാടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ മരിച്ചു പോകും. അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കണേ? കെല്ല, അല്ല, അങ്ങനെയല്ല. കെല്ല എന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് വിചാരിക്കണ ആശങ്കകളൊന്നും എന്തല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ആ വാക്കിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ പേടിക്കുന്ന സംഗതി സംഭവിക്കൂല, ഹഖൻ സത്യമായിട്ട് സംഭവിക്കുക. എന്താണ്? അള്ളാഹ് ഒരു അത്ഭുതം ഇറക്കും. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ പടച്ചോണ്ട്, അവനൊരു വഴി കാണിക്കും. ഭൗതിക കാരണങ്ങൾക്ക് അപ്പുറത്ത് വഴി കാണിക്കാൻ, കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ പടച്ചോനാണ്. കാര്യം എത്ര ഗുരുതരമാകട്ടെ, പ്രതിസന്ധി എത്ര വലുതാകട്ടെ, അപ്പുറത്തുള്ളത് എത്ര ശക്തിയുള്ളതാകട്ടെ, സാഹചര്യങ്ങൾ എത്രത്തോളം നെഗറ്റീവായിരിക്കട്ടെ, അതിന്റെയൊക്കെ അപ്പുറത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ഫദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹ്രി യബസാ ലാ തഖാഫു ദറകൻ വലാ തഖ്ശാ. ഒരു ഉണങ്ങിയ വഴി, അതുവരെ വെള്ളം കെട്ടി നിന്ന സ്ഥലത്ത് ഒരു ഉണങ്ങിയ വഴി, ചളിയില്ല, വേസ്റ്റുകളില്ല, ഒന്നുമില്ല, ഉണങ്ങിയ ഫ്രഷ് വഴി അല്ലേ? ലാ തഖാഫു ദറകൻ വലാ തഖ്ശാ. നിങ്ങളെ പിന്നാലെ കൂടിയിട്ട് ഞാൻ വഴി കൂടെ പോകുമ്പോ ഫിർഔനും പിന്നാലെ കൂടിയിട്ട് പിടിക്കോ? അങ്ങനെ പേടിക്കണ്ട, ഫിർഔനെ പിടിച്ചൂല. ഇനി ഈ വെള്ളക്കെട്ട് ഒന്നിച്ച് ചേർന്നിട്ട് നിങ്ങൾ മുങ്ങി മരിക്കോ? അതും പേടിക്കണ്ട, നിങ്ങളെ ഫിർഔൻ പിടിക്കൂല, നിങ്ങൾ മുങ്ങി മരിക്കൂല. വെള്ളത്തിന് രൂപമൊന്നുമില്ല അല്ലേ? ഗ്ലാസ്സിൽ വെച്ച ഗ്ലാസിന്റെ രൂപം, ചെമ്പിൽ വെച്ച ചെമ്പിന്റെ രൂപം അല്ലേ? വെള്ളം എവിടെയാണ് ഒഴിക്കുന്നത് അവിടെ ചിന്തി പോലെ ചെയ്യാ. ഈ വെള്ളം എങ്ങനെയാണ്? രണ്ട് മതിൽക്കെട്ടുകൾ കണക്കെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുചരന്മാർക്ക്, മൂസാ നബിക്ക് ഉണങ്ങിയ വഴിയായിട്ട് രണ്ട് മതിൽക്കെട്ടുകൾ കണക്കെ നിന്നത് എങ്ങനെയാണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത്. മനസ്സിലായില്ലേ? ബഹർ അല്ലാഹുവിന്റേതാണ്. ആ അല്ലാഹുവിന്റെ ബഹറിനെ, കരയുടെയും കടലിന്റെയും ആകാശത്തിന്റെയും സകല ചരാചരങ്ങളുടെയും റബ്ബിന് ഇതൊന്നും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. ആരാ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മാ സിവല്ലാഹ്, അല്ലാത്തതെല്ലാം, അല്ലാത്തത് എന്തെല്ലാം ഉണ്ടോ ഇവിടെ, അതിന്റെ എല്ലാം സൃഷ്ടാവും ഉടമസ്ഥനും നിയന്താവുമായിട്ടുള്ള ഒരു പടച്ചോനുണ്ട്. മനസ്സിലായില്ലേ? ഫ്ലൈറ്റ് അപകടത്തിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ടില്ലേ? 242 പാസഞ്ചേഴ്സിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടില്ലേ? മംഗലാപുരത്ത് നടന്ന ഫ്ലൈറ്റ് അപകടത്തിൽ 4-5 പേര് രക്ഷപ്പെട്ടില്ലേ? അള്ളാന്റെ തീരുമാനമാണ്, അല്ലാതെ ഓരോരുത്തരുടെ സ്കില്ലൊന്നല്ല. ഇതൊന്നിച്ചിങ്ങനെ ബ്ലാസ്റ്റിംഗ് സംഭവിക്കുമ്പോ ആർക്കെന്ത് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല.
പടച്ചും ചില ആൾക്കാരെ തെറിപ്പിച്ചും അല്ലെ, ചില ആൾക്കാരെ രക്ഷപ്പെടുത്തും. കേട്ടില്ല നിങ്ങൾ എത്ര ആക്സിഡന്റ് മനുഷ്യന്മാർ ടയറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി അപ്പുറത്തേക്ക് രക്ഷപ്പെട്ട്. എന്നാൽ എത്ര ആക്സിഡന്റ് ചില ആളുകൾ ബോധപൂർവം ടയറിന്റെ ഉള്ളിലേക്ക് പോയ പോലെ നമുക്ക് തോന്നില്ലേ. എല്ലാം പടച്ചോണ്ടെടുത്താണ്. ഓനാണ് തിരിഞ്ഞു മാറി. എങ്ങനെ തിരിഞ്ഞു മാറാനാ അല്ലേ? ഓൻ അങ്ങോട്ട് കയറാന്നാ മതി നമ്മൾ പറയും. കയറി അരഞ്ഞു തീർന്ന ഒരു മനുഷ്യന് കയറാന്നാ മതി ഇരുന്നിട്ട് എന്ത് കാര്യമുണ്ടോ? ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടില്ലേനോ, ഹെൽമെറ്റ് ഒന്നും വെച്ചില്ലേനോ, ഒക്കെ വെക്കേണ്ടി തന്നെയാണ്. പക്ഷെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. ഒന്നും സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് ഏതൊരു കാര്യത്തെയും നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും കഴിവുള്ള പടച്ചോണ്ട്. അതുകൊണ്ട് ഉണങ്ങിയ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിക്കും അനുചരന്മാർക്കും ഉണ്ടാക്കി കൊടുത്തു. വെള്ളത്തെ, സമുദ്ര ജലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മതിൽക്കെട്ട് കണക്കെ മാറ്റിവെച്ചു എന്ന് ഖുർആൻ പറയുമ്പോൾ എത്ര സുന്ദരമാണ് ഈ വചനങ്ങൾ. ആ വചനങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തോർത്ത് ആശങ്കപ്പെടാനും എന്തോർത്ത് അസ്വസ്ഥപ്പെടാനും ഉള്ളത്? ആ അള്ളാഹിലേക്ക് പരമാവധി അടുക്കാൻ നോക്കുക എന്നല്ലാണ്ട് അല്ലേ. പടച്ചോനെ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് എത്രത്തോളം അടുത്തിട്ടുണ്ട്, ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കണക്ഷൻ എത്രത്തോളമാണ്. ഈ നാട്ടുകാർക്കും പെരക്കാർക്കും ഒക്കെ മുമ്പിൽ ഞാൻ ഏറ്റവും നല്ല മാന്യനായിട്ടും വിശുദ്ധനായിട്ടും സുന്ദരനും സുമുഖനുമായിട്ടും അല്ലെ, ഏറ്റവും നല്ല അച്ചടക്കമുള്ളവനായിട്ടും ജീവിക്കുമ്പോൾ എൻ്റെ പടച്ചോന്റെ മുമ്പിൽ പ്രതികൂലതയിലും അനുകൂലതയിലും എനിക്കെല്ലാം ചെയ്തു തരാനുള്ള എൻ്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ ആരാണെന്ന് ചിന്തിക്കുകയും പടച്ചോനിലേക്ക് അടുക്കുകയല്ലാതെ എന്താ നമുക്കുള്ളത്? ചില ആൾക്കാർക്ക് ബേജാറ്, നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരും, പോകേണ്ടി വരുമല്ലോ. അപ്പത്ത അതൊക്കെ ആലോചിച്ച് ബേജാറാ നിൽക്കുക ആണോ? ഉഹദ് യുദ്ധം കഴിഞ്ഞ് നിരവധി വേദനകളുമായിട്ട് തിരിച്ചു വരികയാണ് സ്വഹാബത്ത്. അപ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നത്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഉഹദ് യുദ്ധം അറിയാലോ, 3000 സൈന്യം ശത്രുക്കൾ, 1000 വിശ്വാസികളുമായിട്ട് പോയി 300 കപട വിശ്വാസികൾ പകുതിക്കെന്ന് തിരിഞ്ഞു പോന്നു. 3 ഇരട്ടിയിലധികം വരുന്ന സന്നാഹവുമായിട്ട് വിശ്വാസികൾ പടപൊരുതി വിജയം നേടി. ജബൽ റുമാത്തിൽ നിർത്തിയ വിശ്വാസികൾ അനുവാദമില്ലാതെ ഇറങ്ങിയതും അവർ തിരിഞ്ഞു വന്ന് ആക്രമിച്ച് വിശ്വാസികൾ ചിതറിയോടി. 14 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും വളയം തീർത്തു. യാതൊരുവിധ ആയുധങ്ങളുമില്ലാതെ സ്വന്തം ശരീരം കൊണ്ട് നബിക്ക് നേരെ വരുന്ന അമ്പുകളെ മുഴുവൻ അവർ തടുത്തു നിർത്തി. 70-ലധികം കുത്തുകളുമായിട്ടാണ് ഉഹുദിൽ നിന്ന് തിരിച്ചു പോരുന്നത്. അദ്ദേഹം അല്പ സമയത്തിന് ശേഷം മരിക്കുകയും ചെയ്തു. അത്രയും പരിക്കുകൾ ഏറ്റുവാങ്ങി തിരിച്ചു വരുമ്പോ പറയാണ്, അബൂ സുഫിയാനും ഖാലിദ് ബിൻ വലീദും സംഘവും വീണ്ടും നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്. പേടിക്കൂലേ? പേടിക്കൂലേ? പക്ഷെ പേടിച്ചില്ല. മറിച്ച് എന്താണ് അവർക്കുണ്ടായത്? സാദഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലൂ ഹസ്ബുനല്ലാഹ്, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചോണ്ട്, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായവൻ, ഭരമേൽപ്പിച്ചാൽ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവൻ അത് അല്ലാഹു ആണ്. അല്ലേ? ഉഹദിന്റെ മുകളിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു? ലനൽ ഉസ്സാ ലാ ഉസ്സാ ലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ പറഞ്ഞു, അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും. ഞങ്ങളുടെ മൗലയായി, ഞങ്ങളുടെ രക്ഷകനായി, ഞങ്ങളെ കാവലായി, ഞങ്ങളുടെ ഉടമസ്ഥനായി ഞങ്ങൾക്ക് പടച്ചോനുണ്ട്. പടച്ചോനെ പോലൊരു സംരക്ഷകൻ നിങ്ങൾക്കില്ല. ഇതെപ്പോഴാ പറയുന്നറിയോ? മുഹമ്മദ് മരിച്ചോ, അബൂബക്കർ മരിച്ചോ, ഉമർ മരിച്ചോ, എല്ലാവരും മരിച്ചു, ഹുബൽ ഉയരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. റസൂലുള്ളാഹി അതുവരെ മിണ്ടാക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി പറയാഞ്ഞിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുക. നബി പറഞ്ഞു മിണ്ടാണ്ടിരിക്കണം, മൗനം അവലംബിക്കണം. ക്ഷമിച്ചു നിന്നു. അപ്പോഴാണ് ഉഹദിന്റെ മുകളിൽ നിന്ന് കേൾക്കുന്നത് ഹുബൽ ഉയരട്ടെ എന്ന്. ശിർക്കുമായ ഒരു കോംപ്രമൈസും ഇല്ല, അവിടെ മൗനമില്ല.
അവിടെ പിന്നെ സാഹചര്യം നോക്കാനില്ല. മറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് കേട്ടപ്പോ മറുപടി എടുക്കാൻ പറഞ്ഞു, അല്ലാഹു അഅലാ വ അജൽ, ഹുബലല്ല, അള്ളയാണ് ഏറ്റവും ഉന്നതൻ എന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അവിടുന്ന് വെളി വന്നത്, ലനൽ ഉസ്സാ ലാ ഉസ്സാ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും എന്ന് മറുപടി കൊടുക്കാൻ. അതായിരുന്നു ധൈര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസമാണ് ആശ്വാസം എന്ന് പറയാൻ കാരണം. എന്തെന്നെ സംഭവിച്ചാലും നമ്മുടെ വിശ്വാസം നമ്മെ നയിക്കും. ഹിജ്റ പോകുമ്പോ കയ്യിലെ സമ്പത്തും എല്ലാം പിടിച്ചു വാങ്ങി സുഹൈബ് റൂമിയുടെ കയ്യിൽ നിന്ന്. ഈ സമ്പത്തുമായി ജീവനോടെ പോകാൻ പറ്റില്ല. സമ്പത്ത് നൽകിയാൽ നിങ്ങൾ എന്നെ വിടുമോ? സമ്പത്ത് നൽകിയാൽ നിനക്ക് പോകാം. സമ്പത്ത് ഉപേക്ഷിച്ചാല് മദീനയിലേക്ക് പോകാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോ ശത്രുക്കൾ അതേ എന്ന മറുപടി പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ജീവിതകാലം സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും ശത്രുക്കളുടെ മുന്നിൽ വലിച്ചിട്ട് രണ്ട് കൈയും വീശി നീണ്ട 400 ചില്ലാനം കിലോമീറ്ററുകൾ ഏകാഗിയായി പലായനം ചെയ്തവരാണ് സ്വഹാബത്ത്. അബ്ദുല്ലാ ദുൽ ബിജാദൈൻ, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അമ്മാവന്റെ സംരക്ഷണത്തിൽ നിന്ന് ഇസ്ലാമായതിന്റെ പേരിൽ പടിയിറക്കി വിടപ്പെടുകയും നൽകിയിരുന്ന മുഴുവൻ സൗകര്യങ്ങളും തിരിച്ചു വാങ്ങി ധരിച്ച വസ്ത്രം പോലും അഴിപ്പിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. മാതാവ് ഒരു പുതപ്പ് രണ്ടായി പകുത്ത്, ഒന്നുകൊണ്ട് അരയും മറ്റൊന്നുകൊണ്ട് മേലും പുതച്ചു കൊടുത്ത് മദീനയിലേക്ക് പറഞ്ഞയക്കുമ്പോ ഒന്നുമില്ലായിരുന്നു, 2 പുതപ്പ് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് തന്റെ കാര്യങ്ങളും കഥകളും എല്ലാം പറഞ്ഞ് നബിയുടെ കൂടെ ജീവിച്ച് അവസാനം ഒരു യുദ്ധരാത്രിയിൽ അദ്ദേഹം മരണപ്പെടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി യംസൈതു അൻഹു റാദിയൻ ഫർദ അൻഹു, അല്ലാഹുവേ ഈ അബ്ദുള്ളയെ തൊട്ട് ഞാൻ സംതൃപ്തനാണ്, നീയും അവനെ കൊള്ളെ സംതൃപ്തി അടയണമേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പടച്ചോൻ, അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ആശ്രയം. ആരെല്ലാം എന്തെല്ലാം തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞാലും, ഏതെല്ലാം തരത്തിലുള്ള ശത്രുക്കൾ രംഗത്ത് വന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് പറയാണ്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാതീനൽ ഇൻസി വൽ ജിൻ, എല്ലാ നബിമാർക്കും ജിന്നിലും മനുഷ്യന്മാരിലും പെട്ട ശയാത്തീനുകളെ ശത്രുക്കളാക്കി നാം വെച്ചിട്ടുണ്ട്. യൂഹീ ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഖുറൂറാ, വഞ്ചനാത്മകമായിട്ടുള്ള അലങ്കാര പ്രയോഗങ്ങളും സംസാരങ്ങളും തന്ത്രങ്ങളും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും പ്രവാചകന്മാരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലൗ ശാഅ റബ്ബുക മാ ഫഅലൂ ഫദർഹും വമാ യഫ്തറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആര് എന്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും ശരി, ഏതെല്ലാം അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങിയാലും ശരി, എന്തെല്ലാം പൂഴ്ത്തിവെക്കാൻ വേണ്ടിയിട്ട് പലതും പുറത്തെറിഞ്ഞാലും പുറത്തെടുത്തിട്ടാലും ശരി, അള്ളാഹ് പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് പുറത്തു കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാറ്റിനും ഒരു തീരുമാനവും എല്ലാറ്റിനും ഒരു സമയവും എല്ലാം ഉണ്ടെന്ന കാര്യം സഹോദരന്മാരെ മനസ്സിലാക്കുക. വിശ്വാസികൾക്കെതിരെ കപടന്മാരും പല ആളുകളും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാ, ഇന്നമൻ നജ്വാ മിനശ്ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ, വിശ്വാസികളെ വിഷമിപ്പിക്കാൻ, വിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാചുക്കൾ രഹസ്യ സംഭാഷണം നടത്തുകയാണ്. അടുത്ത പ്രയോഗം എന്താ അറിയോ? വലൈസ ബിദാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹ് തീരുമാനിച്ചതായിട്ടുള്ള ഉപദ്രവമല്ലാതെ, പ്രയാസങ്ങളല്ലാതെ, ബുദ്ധിമുട്ടുകളല്ലാതെ നിങ്ങളെ ബാധിക്കില്ല. അല്ലാഹ് നിങ്ങൾക്ക് ബാധിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ എന്താണോ അതല്ലാത്തൊന്നും നിങ്ങളെ ബാധിക്കൂല.
മനസ്സിലാണ്ടോ? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹനെ അറിഞ്ഞും മനസ്സിലാക്കിയും പടച്ച റബ്ബിനെ ആശ്രയിക്കുക, പടച്ച റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുക. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരങ്ങൾ ലഭിക്കാനും ഉപദ്രവങ്ങൾ തടയപ്പെടാനും വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അഭയം പ്രാപിക്കുക, അല്ലാഹുവിനെ മാത്രം ആശ്രയിക്കുക. അവരുടെ രഹസ്യവും അവരുടെ ആസൂത്രണങ്ങളും അവരുടെ അജണ്ടകളും അവർ ഒരുക്കുകൂട്ടുന്ന ആയുധങ്ങളും ഒന്നും നിങ്ങളെ ബാധിക്കൂല. അല്ലാഹ് തീരുമാനിച്ചത് നിങ്ങൾക്ക് സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഒന്നിന്റെ വിഷയത്തിൽ ആശങ്ക വേണ്ട. അല്ലാഹ് കാവലാണ്. അല്ലെ, ഏറ്റവും അധികം സ്നേഹിച്ച യൂസുഫ് ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് എത്ര വേദനിച്ചു കാണും അല്ലെ? കള്ളമാണ് സഹോദരന്മാർ പറയുന്നതെന്ന് തികഞ്ഞ ബോധ്യമുണ്ട് യാക്കൂബ് നബിക്ക്. കാരണം അവർ കൊണ്ടുവന്ന ആ വസ്ത്രവും അതിൽ പുരട്ടിയ രക്തവും അതിന്റെ കോലവും അവരുടെ സംസാരവും നേരത്തെ അവർക്കുള്ള അസൂയയും എല്ലാം അറിയുന്ന പിതാവിന് യാതൊരു ചാൻസും ഇല്ല. ഈ 10 പേർക്കിടയിൽ യൂസുഫിനെ മാത്രം ചെന്നായ പിടിക്കാനും ചെന്നായ പിടിച്ചിട്ട് വസ്ത്രത്തിനൊരു പോറൽ പോലും സംഭവിക്കാതെ അതിൽ രക്തമാകാനും ഇതിനൊന്നൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനിലേക്ക് കൈകളുയർത്തി, അല്ലേ, ഇന്നമാ അശ്കൂ ബസീ വഹസ്നി ഇലല്ലാഹ്. എന്റെ എല്ലാ ദുഃഖങ്ങളും എന്റെ എല്ലാ വിഷമങ്ങളും ആദികളും ആശങ്കകളും പടച്ചവനെ നിന്നിലേക്ക് ഉയർത്തുന്നു. നമ്മൾ പറയുന്നുണ്ടാ, നമുക്ക് മനസ്സിന് ഭയങ്കര ഇടങ്ങേറ്. എല്ലാവരും പറയും മനസ്സിന് ഭയങ്കര ഇടങ്ങേറ്, മനസ്സിന് ഭയങ്കര ഇടങ്ങേറ് അല്ലെ? എല്ലാരും പറയല്ലേ? എന്താന്നറിയില്ല, മനസ്സിന് ഭയങ്കര ഇടങ്ങേറ് അല്ല. നമ്മൾ മനുഷ്യന്മാരോട് പറയും, മനുഷ്യന്മാരോട് നമ്മൾ പറയും മനസ്സിന് ഭയങ്കര ഇടങ്ങേറ് അല്ലെ, ഒരു സുഖല്ല അല്ലെ, ഒരു സമാധാനമല്ല. മനുഷ്യന്മാരോട് പറയും, പക്ഷെ പടച്ചവനോട് പറയില്ല. പടച്ചവനോട് പറഞ്ഞൂടെ എന്റെ മനസ്സിന് സുഖമില്ലാന്ന്, എനിക്കൊരു സമാധാനം കിട്ടില്ലാന്ന്, എനിക്ക് എന്താന്ന് അറിയില്ല പടച്ചവനെ, എന്തോ ഒരു ഇടങ്ങേറുണ്ട്, എന്റെ ഇടങ്ങേറൊന്ന് മാറ്റിക്കൊണ്ട് റബ്ബേന്ന് പടച്ചവനോട് പറയില്ല. കാണുന്നവരോടൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഒരു സമാധാനം എല്ലാരും കേട്ടിരുമ്പോഴുള്ള സമാധാനം. ആദ്യം ഇങ്ങനെ കേൾക്കും, പിന്നെ പറയും ഓനെപ്പോഴും ഈ പായരെ പറയണ്ടാവുള്ളൂ, ഓനെപ്പോഴും ഇങ്ങനെ സുഖമില്ല, അതില്ല. അല്ലാഹ്ക്ക് അങ്ങനെയല്ല. എല്ലാ സങ്കടവും അള്ളാഹിനോട് പറയാം. ചോദിക്കാത്തവനെ ദേഷ്യാണ് അള്ളാഹ്, ചോദിക്കുന്നവനെ അള്ളാഹ്ക്ക് ഇഷ്ടാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. സൂറത്ത് അൽ ഫുർഖാന്റെ അവസാനത്തെ ആയത്ത്. ചോദിക്കാതെ നിങ്ങൾ എങ്ങനെ പടച്ചോൻ പരിഗണിക്കാം? അതുകൊണ്ട് ഒരു കുഞ്ഞന് മിസ്സായപ്പോ യാക്കൂബ് നബിക്കുണ്ടായ സങ്കടവും പേടിയും ആശങ്കയും ഒക്കെ പടച്ചോനിലേക്കാണ് ഉയർത്തി. എന്റെ എല്ലാതും റബ്ബേ ഞാൻ നിന്നോട് പറയണം. അപ്പൊ എന്താ സംഭവിച്ചാൽ നിങ്ങള് കുട്ടി പോയ സങ്കടത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിക്കുമ്പോ പൊട്ടക്കിണറ്റിൽ നിന്ന് കുട്ടിയെ മാർക്കറ്റിൽ നിന്ന് ആരോ വാങ്ങിച്ചുകൊണ്ട് അടിമപ്പണി ചെയ്യിക്കേണ്ടതിന് പകരം മാർക്കറ്റിൽ നിന്ന് നേരെ കൊട്ടാരത്തിൽ നിന്ന് നേരെ അധികാരത്തിലേക്ക്. യാക്കൂബ് നബി ആരെ ഏൽപ്പിച്ച്? അള്ളാനെ. അതുകൊണ്ട് ബാപ്പ അറിയാതെ അള്ളാഹ് ആ കുട്ടിയെ സംരക്ഷിച്ചു കൊണ്ടിടക്കുണ്ടായിരുന്നു അല്ലെ, ഉയരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അവസാനം തന്ത്രം പ്രയോഗിച്ച് ബിന്യാമീനെ അവിടെ എത്തിച്ചു. ബിന്യാമീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബിന്യാമീനെ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് റേഷൻ കിട്ടൂല, അതുകൊണ്ട് വിട്ടുതരണം. മുമ്പ് ഞങ്ങൾ ഒരുത്തനെ കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിക്കാൻ പേടിയും പ്രയാസമൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെയാണ് സിറ്റുവേഷൻ. ആ സമയത്ത് യാക്കൂബ് നബി പറയാണ്, ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിദാ വഹുവ അർഹമുർ റഹീമീൻ. എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുക? നിങ്ങളെ മുമ്പ് ഒരൊട്ടം ഞാൻ വിശ്വസിച്ച് നിങ്ങൾക്ക് കിട്ടിയത് അറിയാലോ. ഇനി അതിൽ കൂടുതൽ ഇനി നിങ്ങൾ എങ്ങനെ ഞാൻ വിശ്വസിക്കുക? ബിന്യാമീനെ കൂടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുന്നില്ലേ? എനിക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ എന്താ ഉള്ളത്? കാരണം ആദ്യത്തെ എക്സ്പീരിയൻസും ബാഡാണല്ലോ. പക്ഷേ നിങ്ങൾ 10 ആളുണ്ട് എന്നല്ല എന്റെ ധൈര്യം.
ഫല്ലാഹു ഖൈറുൻ ഹാഫിദാ, നന്നായി സംരക്ഷിക്കാൻ ഒരു ഹാഫിദ് എനിക്കുണ്ട്, അത് എന്റെ റബ്ബാണ്. അതുകൊണ്ട് നിങ്ങൾ 10 പേരുണ്ട് എന്നതല്ല എന്റെ ധൈര്യം, എന്റെ റബ്ബുണ്ട് എന്നതാണ് എന്റെ സമാധാനം. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ കരുണയുള്ളവനാണ്, ആ കാരുണ്യം യഥേഷ്ടം ചൊരിഞ്ഞു നൽകുന്നവനുമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ആശ്വാസം മക്കളില്ലാണ്ട് പോയ എന്താവും റബ്ബേ അല്ലേ? 3 പെൺകുട്ടികളാണ്, ഇനി ഉണ്ടാവണത് ആൺകുട്ടി ആയിക്കൊള്ളണം. അതിനിപ്പോ എന്താ ചെയ്യാൻ? ഭാര്യ ഗർഭിണിയാണ്, എല്ലാവർക്കും അത് ആൺകുട്ടി ആവണം. അപ്പൊ എന്താണ്, 3 കുട്ടികളും കെട്ടിച്ചു കഴിഞ്ഞാൽ ഉമ്മാനെയും ബാപ്പനെയും നോക്കാൻ ഒരാണ് വേണ്ടേന്നാണ് ചോദ്യം. പക്ഷെ ഈ ആൺകുട്ടി നല്ലവനായിട്ട് പഠിച്ചു വളർന്ന് നല്ല ജോലിയൊക്കെ വാങ്ങി ഉമ്മനെയും ഉപ്പനെയും പൊന്നുപോലെ നോക്കുന്ന ആര് കണ്ടു? പറയാൻ പറ്റുമോ? ചിലപ്പോ ആൺകുട്ടികളെക്കാൾ ഉഷാറായിട്ട് പെൺകുട്ടികൾ നോക്കൂലേ? നോക്കും. ആരെ ഈ നോക്കണൊക്കെ? ആൺകുട്ടി, പെൺകുട്ടി, കുടുംബക്കാരൻ, അങ്ങനെയാണോ? നമ്മളെ പോറ്റുന്നത് അള്ളയാണ് സഹോദരന്മാരെ. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ ثم യുഹ്യീൻ വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതീ യൗമദ്ദീൻ. ആരാ പഠിച്ചോൻ? എന്നെ സൃഷ്ടിച്ച് എനിക്ക് വഴി കാണിക്കുന്നവനാണ് പഠിച്ചോൻ. എന്നെ ഊട്ടുന്നവനാണ്, എന്നെ കുടിപ്പിക്കുന്നവനാണ്. ഞാൻ രോഗിയായാൽ എന്റെ രോഗം ശമിപ്പിക്കുന്നവനാണ്. ഞാൻ മരിച്ചാൽ എന്നെ ജീവിപ്പിക്കുന്നവനാണ്. അല്ലെ, എന്നെ മരിപ്പിക്കുന്നവനാണ്, എന്നെ പുനർജനിപ്പിക്കുന്നവനാണ്. എന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് എനിക്ക് ആദിയുണ്ട്, പക്ഷേ യൗമുദ്ദീനിൽ എന്റെ പാപം പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന എന്റെ പ്രതീക്ഷയും എന്റെ അവലംബവും എന്റെ റബ്ബും എന്റെ എല്ലാമാണ് പഠിച്ചോൻ. ആരെ നമ്മൾ ആശ്രയിക്കുന്നത്? പഠിച്ചോനെ. ഇതൊക്കെ അസ്ബാബുകളാണ്. ഭാര്യക്ക് ഭർത്താവ്, അല്ലെ, കുടുംബത്തിലെ മക്കള്, മെമ്പേഴ്സ്, ഇതൊക്കെ. ഒരാൾ പോയി അടുത്താൾ വരും. പഠിച്ചോൻ വേറെ എന്തെങ്കിലും വഴികൾ തുറക്കും. ഒരു ഡോർ അടഞ്ഞാൽ മറ്റൊരു ഡോറ് അള്ളാഹ് തുറന്നു തരും. അതുകൊണ്ടല്ലേ ഖുർആനില് ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അൽ ഉസ്ർ ഒരു പ്രയാസം അല്ലേ, അതിന്റെ കൂടെയാണ് യുസ്ർ ഉള്ളത്. യുസ്ർ എന്താ? ഒരു എളുപ്പം എന്നല്ല, വിവിധങ്ങളായ എളുപ്പം. പ്രയാസം സ്പെസിഫിക് ആണ്, അതുകൊണ്ട് അലിഫ്ലാം ചേർത്ത്. എന്നാൽ എളുപ്പം സ്പെസിഫിക് അല്ല, വിവിധങ്ങളായ വഴിയിലൂടെ എളുപ്പങ്ങൾ വരാം. ആരിലാ പ്രതീക്ഷ? അല്ലാഹ്. അതല്ല അസ്ഹാബുൽ കഹ്ഫ്. എവിടുക്കാ, എങ്ങനെയാ, എന്താവും ഒരു ഐഡിയ ഇല്ല. وَإِذِ اعْتَزَلْتُمُوهُ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُمْ مِنْ رَحْمَتِهِ وَيُهَيِّئْ لَكُمْ مِنْ أَمْرِكُمْ مِرْفَقًا. നിങ്ങൾ നാടും നാട്ടുകാരെയും അവരുടെ ശിർക്കിനെയും കുഫ്രിനെയൊക്കെ ഉപേക്ഷിച്ച് പോന്നതുകൊണ്ട് ഇനി ഈ ഗുഹയിൽ കയറിക്കോളെ. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി. ഇവിടെ കയറി കിടന്നിട്ട് എന്താക്കാനാ? നാളെ നേരം വെളുത്തിട്ട് ഓരോന്ന് പിടിച്ചാ എന്താക്കും? ഇവിടെ നമ്മൾ എങ്ങോട്ട് പോവാനാ? റൂട്ടിനെ കുറിച്ച് അറിയോ? കയ്യിൽ വല്ലതും ഉണ്ടോ? എവിടെ പോയിട്ട് അവിടെ പോയിട്ട് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മളാണെങ്കിൽ 100 ആശങ്കയല്ലേ പറയാ. അവരെന്താ പറഞ്ഞത്? ഇതിനകത്ത് കയറിക്കോ. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി. അല്ലാഹ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് യബ്സുതു ലക്കും വിശാലമാക്കി തരും. നിങ്ങൾക്ക് എന്തൊന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സംഗതിയിലേക്ക് നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പോംവഴി അല്ലാഹ് തുറന്നു തരും. അതുകൊണ്ട് പേടിച്ചണ്ട. അല്ലേ, അബൂ സലമ മരിച്ചപ്പോ ചെറിയ മക്കളാ ഉമ്മു സലമക്കുള്ളത്. ഈ പറക്കം പറ്റാത്ത മക്കളെ കൊണ്ട് എന്ത് ചെയ്യാനാ? അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. എല്ലാറ്റിനും കഴിയുന്ന ഒരാളെ അർറഹ്മാനു അലൽ അർശി ഇസ്തവ അവിടെ ഉണ്ട്. ചോദിച്ചാ മതി, പറഞ്ഞാ മതി, സങ്കടങ്ങൾ ഏറ്റാ മതി, ഏൽപ്പിച്ചാ മതി, അറിയിച്ചാ മതി. എന്താണ് ആവശ്യം എന്നുള്ളത്?
പറഞ്ഞാ മതി. എന്താണ് പേടി എന്നുള്ളത് പറഞ്ഞാ മതി. എന്താ ബലഹീനത എന്നുള്ളത് പറഞ്ഞാ മതി. പറഞ്ഞു, അല്ലാഹുവേ എന്റെ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, ഇതിനേക്കാൾ ഖൈറായത് നൽകണമേ. അല്ലാഹു കൊടുത്തു. ആരെ കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇണയാക്കി കൊടുത്തു. ആർക്ക്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക്. എത്തിയും കുട്ടികളെ നബിയുടെ ഏറ്റെടുത്ത് ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു. പ്രായാധിക്യം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ഇതിനല്ലേ സക്കറിയ നബിയുടെ കഥയും, അല്ലേ? ഇതിനല്ലേ സക്കറിയ നബിയുടെ കഥയും. വഹബ് ലീ മിൻ ലദുൻക വലിയ. പഠിച്ചനെ ഒരു കുട്ടി. എങ്ങനത്തെ കുട്ടി? യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റദിയ. ആലി യാക്കൂബിന്റെ പ്രവാചകത്വത്തിന്റെ അനന്തരം എടുക്കുന്ന, അതിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു കുട്ടി, നിനക്ക് തൃപ്തിപ്പെട്ട ഒരു കുട്ടി, നല്ല റസൂലായ മുത്തഖിയായ നിനക്ക് തൃപ്തിപ്പെട്ട ഒരു കുട്ടി. അപ്പൊ നിന്നോട് ചോദിക്കുമ്പോ എന്താണ്? എനിക്കൊരു വിഷമമില്ല. കാരണം വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറാ ഫഹബ് ലീ മിൻ ലദുൻക വലിയ. അല്ലാഹുവേ നിന്നോട് ചോദിച്ചിട്ട് എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങേയറ്റം ദുർബലനാണ്. എന്റെ ഉള്ളൊക്കെ ആകെ ദ്രവിച്ചിന്, എന്റെ പുറം നരച്ചിട്ട് തിളങ്ങുന്നുണ്ട്. എന്റെ ഭാര്യ ആണെങ്കിൽ ഒരിക്കലും പ്രസവിക്കൂല, എല്ലാ ആദികളും ആശകളും പറഞ്ഞു. പക്ഷേ നിനക്ക് കഴിവുണ്ടല്ലോ, അല്ലേ? നിനക്ക് കഴിവുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. സാഹചര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. എല്ലാറ്റിനും കഴിവുള്ളവനാ പടച്ചവൻ. അതുകൊണ്ട് അല്ലാഹ് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? വ്യഭിചാരോപണം ഉണ്ടാവുകയും ദിവസങ്ങളോളം ആഴ്ചകളോളം നബിയും സഹാബത്തും ആയിഷ റളിയല്ലാഹു അൻഹയും കപടന്മാരുടെയും ജൂതന്മാരുടെയും ഈ കള്ളപ്രചാരണത്തിന്റെ ഫലമായിട്ട് വിഷമിച്ച സമയത്ത് സൂറത്ത് നൂർ അവതരിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവിയുടെ ചരിത്രത്തെ എടുത്ത് ഓതിയതും ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെ കൊണ്ട് അത് ഓതിപ്പിച്ചതുമാണ് സൂറത്ത് നൂർ. അന്ന് എല്ലാവരും പോയി, ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റക്കായി. എന്തായിരിക്കും ഒരു പെണ്ണിന്റെ മനസ്സ്? എത്രത്തോളം പേടിയും, അല്ലെ, ആശങ്കയും ആധിയും ഉണ്ടാകും ഒരു സ്ത്രീ എന്ന നിലക്ക്. ആണാണെങ്കിൽ തന്നെ ഉണ്ടാവും, പെണ്ണാകുമ്പോ കുറച്ചും കൂടെ കൂടൂലേ? അവരവിടെ ഇരുന്നു, ഉറങ്ങിപ്പോയി. അപ്പോഴാണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ട് അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലി വാഹനത്തിൽ നിന്ന് ഇറങ്ങി. ആയിഷ ബീവി അതിന്റെ മേലെ കയറിയപ്പോ എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. എനിക്കെന്റെ പടച്ചോൻ മതി. ആ വാക്കിന്റെ പവറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തുനിന്ന് സൂറത്തിറക്കിയിട്ട് ആയിഷ ബീവിയുടെ ചരിത്രം തെളിയിച്ചതെങ്കിൽ സഹോദരന്മാരെ, അതന്നെയാണ് നമ്മുടെ ആശ്വാസം. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റും, പക്ഷെ പേടിക്കാൻ മനസ്സില്ല. ഫലാ തഖാഫൂഹും വഖാഫൂനി. നിങ്ങൾ അവരെ പേടിക്കണ്ട, നിങ്ങൾ എന്നെ പേടിച്ചാ മതി. പിശാചും അവന്റെ കൂട്ടാളികളും നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കും. പേടിച്ചണ്ട, നിരാശപ്പെടുത്താൻ ശ്രമിക്കും. നിരാശപ്പെടണ്ട. ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. അള്ളാന്റെ പക്കൽ നിന്നുള്ള ആശ്വാസത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അള്ളാഹ് സഹായിക്കാൻ തീരുമാനിച്ചൊരു വിഭാഗത്തെ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള ഒരു ശക്തിയും ലോകത്തില്ല. അതുകൊണ്ട് ആ യഖീൻ, ആ ഒരു ഈമാൻ, അത് നമ്മൾ ഉറപ്പിക്കാം. ഒന്നിനെ കുറിച്ച് ഓർത്ത് ആധിയിലാവില്ല. വായ കീറിയവനറിയാം റിസ്ക് നൽകാൻ. അതുകൊണ്ട് കുട്ടികൾ എണ്ണം കൂടിയാൽ പട്ടിണിയാവുന്ന പേടി. കുട്ടികൾ എണ്ണം കൂടിയ പട്ടിണിയാവല്ല ചെയ്യാ, ബർക്കത്തിറങ്ങാ ചെയ്യാ.
ആകാശത്ത് നിങ്ങൾക്കുള്ള റിസ്ഖുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. ഈ ആയത്ത് കേട്ടിട്ട് ഒരാള് സഞ്ചരിക്കണ ഒട്ടകത്തുമെന്ന് ഇറങ്ങിയിട്ട് അതിനെ അറുത്തിട്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നു. എന്ത് ഇനി ഞാനെങ്ങനെ പോവാ? അല്ലാഹ് അവന്റെ കയ്യിലല്ലാണ്ട്. പിന്നീട് ഹാറൂൻ റഷീദിന്റെ കൂടെ ഹറമിൽ തവാഫ് ചെയ്യുന്നതായിട്ടാണ് ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ആൾക്കാർ അയാളെ കാണുന്നത്. അയാൾ താഴത്തേക്ക് പോയില്ല, അയാൾ മുകൾക്കാ പോയത്. പേടിച്ചണ്ട. സ്വതക്ക കൊടുക്കുമ്പോ ആൾക്കാർക്ക് പേടിയാ. ഞാൻ ഫക്കീറായി പോവോ, കുടുങ്ങി പോവോ, ഇനി മറ്റെന്താ ചെയ്യാ, അതെന്താ ചെയ്യുക, ഇന്റർലോക്ക് എങ്ങനെയായിട്ടെന്നൊക്കെ ചിന്തിക്കുക അല്ലേ? പേടിക്കണ്ട. കൊടുക്കണായിരിക്കാം അല്ലാഹ്. അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ തയ്യാറാണോ? അള്ളാഹു നിനക്ക് ഇരട്ടിയായിട്ട് തരും. പിന്നെ കടം കൊടുത്താലേ, ഞാൻ ഇയാൾക്കൊരു 5000 രൂപ കടം കൊടുത്താൽ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും നിലനിർത്തേണ്ടി വരും. വേണ്ടേ? എനിക്ക് കിട്ടാനുള്ള 5000 ഏത് സമയത്തും തരാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം, അല്ലേ? ഇതുപോലെ അള്ളാന്റെ മാർഗത്തിലേക്ക് കടം കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായിട്ട് അവരുടെ ബന്ധം ഊഷ്മളമാവും. എപ്പോഴും അള്ളാഹുവിൽ നിന്ന് നമുക്കൊരു സംഗതി കിട്ടാനുള്ള ഒരു വകുപ്പ് എപ്പോഴും ഉണ്ടാവും. അള്ളാന്റെ അടുത്ത് നമുക്ക് കിട്ടാനുള്ള ഒരു സാധനം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കണ്ട. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. ഒരു ജന്തുവില്ല, ആ ജന്തുവിന്റെ റിസ്ക് അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഒരു കുട്ടിനെ ജനിപ്പിക്കുമ്പോ ആ കുട്ടിക്ക് വേണ്ട എല്ലാ സംഗതി അള്ളാഹ് പ്ലാനാക്കിയിട്ടാണ് വിടണേ. ഉമ്മയും ബാപ്പിയും മരിച്ചുപോയ കുട്ടികൾ എത്ര വളർന്നു വലുതായി ഉയരങ്ങളിലെത്തി അല്ലേ? ഇനിയിപ്പോ എന്തായാലും ആ കുട്ടികളുടെ അവസ്ഥ എന്നാണ് ബാപ്പന്റെ ഉമ്മന്റെയും മയ്യത്ത് കണ്ടിട്ട് ആൾക്കാർ മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞത് അല്ലേ? ഈമാനുള്ള ആൾക്കാർക്ക് പകർച്ച സംഭവിക്കൂല, അവർക്ക് ഇടർച്ച സംഭവിക്കൂല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ അവരെ ബാധിക്കൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും ഒരു ഖദറും ഒരു തോതുമെല്ലാം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് അള്ളാഹു കൂടെയുണ്ടെന്ന് ഉറപ്പിക്കാൻ, അള്ളാഹു കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ, അള്ളാഹ് നമ്മുടെ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറത്താണെന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. രാവും പകലും സൃഷ്ടിച്ചവനാണവൻ. അതുകൊണ്ട് എല്ലാ രാവിലും ഇറങ്ങിയാൽ പടച്ചവൻ എങ്ങനെ അർശിലിരിക്കുന്ന ചോദ്യമൊന്നും പ്രസക്തല്ല. കാരണം രാവിന്റെയും പകലിന്റെയും സൃഷ്ടാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മലക്കുകൾക്ക് ഡ്യൂട്ടി കൊടുത്തു, പ്രവാചകന്മാരെ മനുഷ്യന്മാരെ നിയമിച്ചു. ഇതൊന്നും അള്ളാന്റെ കുറവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളെ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന ചെയ്യിക്കാൻ അള്ളാഹ്ക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ പവറാണ്. നല്ല മലക്കുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും പോയിട്ട് പണിയെടുപ്പിക്കട്ടെ, ഇവിടുത്തെ എത്തിസ്റ്റുകളൊക്കെ പോയിട്ട് മലക്കുകളെ കൊണ്ട് പണിയെടുപ്പിക്കട്ടെ. അള്ളാഹ്ക്കല്ലാതെ ആർക്കെങ്കിലും മലക്കുകളുടെ കൈകാര്യകർത്തൃത്വമുണ്ടോ? അല്ലാഹു അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് മനുഷ്യന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കാൻ കഴിയോ? പടച്ചോൻ മനുഷ്യന്റെ അത്രയും കഴിവില്ലെന്നും മനുഷ്യന്റെ അത്രയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്തവനാണ് എന്ന് നമുക്ക് പറയുമ്പോ പടച്ചോൻ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങള് മനുഷ്യന് ചെയ്യാൻ പറ്റും? അതൊക്കെ അള്ളാനെ മനസ്സിലാക്കാത്തോണ്ടാണ്. ജഹില്. ഈ ദീനിൽ നിന്നൊക്കെ തെറ്റിപ്പോണ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൾക്കാർ ഓരൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഗവേഷണം ചെയ്ത് അങ്ങനെയൊക്കെയാണെന്നാണ് ഒരു വിചാരിക്കുന്നത്. അങ്ങനെയൊന്നല്ല. പലരും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവം കാരണത്താലാണ് ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത്. മറ്റുള്ളവർ അവരോട് പെരുമാറുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത്. പിന്നെ യാതൊരു തലയും വാലും വിവരവും ഇല്ലാതെ എന്തൊക്കെയോ വാരി വിഴുങ്ങി അത് ഛർദ്ദിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? രാഹുൽ ഈശ്വരും ഒരു എക്സ് മുസ്ലിമും തമ്മിലുള്ള ഒരു സംഭാഷണം യൂട്യൂബിൽ കേൾക്കാൻ കിട്ടും. എന്തായാലും അടുത്തുള്ള ഒന്നുമില്ല, വെറും ജഹല് മാത്രം, വിവരമില്ലായ്മ. അത് വലിയൊരു സംഭവമാക്കി കണ്ട് അതെടുത്തിട്ട് അങ്ങനെ വിളമ്പ.
ആയത്ത് ഏത് പശ്ചാത്തലത്തിൽ ഇറങ്ങി, എന്താണ് അതിന്റെ ആശയം, അതിന്റെ ഭാഷാ പ്രയോഗം എന്താണ്, അതിനെ മറ്റ് ആയത്തുകൾ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ എന്തർത്ഥം കിട്ടും, എങ്ങനെയാണ് തഫ്സീർ ചെയ്യേണ്ടത്, എന്താണ് ഹദീസ്, അതിന്റെ നിദാന, ഇതൊന്നും അറിയാതെ വലിയ പണ്ഡിതന്മാരായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഓരോരുത്തര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസുബ്ഹാനല്ലാഹ് അമ്മാ തസിഫൂൻ അമ്മാ യുശ്രികൂൻ അമ്മാ കാനൂ യഅമലൂൻ. അവരെന്താണോ വിശേഷിപ്പിക്കുന്നത്, അവരെന്താണോ പങ്കുചേർക്കുന്നത്, അവരെന്താണോ പ്രവർത്തിക്കുന്നത്, അവരെന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നെല്ലാം അല്ലാഹ് പരിശുദ്ധനാണ്. അതുകൊണ്ട് ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, പൊന്നുമോനെ, ഇന്നി യുഅല്ലിമുക കലിമാത്ത്, നിനക്ക് ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. എന്താണ് വാക്ക്? യഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹ് നിന്നെ സംരക്ഷിക്കും. സുഹൃത്ത്, നമുക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ കടപ്പാടുള്ളത് അല്ലാഹനോട് തന്നെയാണ്. ഒന്ന് കണ്ണടച്ച അല്ലാഹന്റെ വാല്യൂ മനസ്സിലാവും. ഈ ശ്വസിക്കുന്നത് നിന്ന് പോയാലേ നമുക്ക് അതിന്റെ വില മനസ്സിലാവും. ഗോളാകൃതിയുള്ള ഭൂമിയെ നമുക്ക് വേണ്ടി വാസയോഗ്യമാക്കി തന്ന പടച്ചോന്റെ ഒരു നിമിഷ നേരത്തെ കൈവിടൽ, സംരക്ഷണം നിർത്തിവെച്ചാൽ നമ്മളത് കഴിഞ്ഞു. അത്രയും അധികം പടച്ചോനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഞാൻ പടച്ചോനെ സൂക്ഷിക്കുന്നവനാണ്. കണ്ണുമിഴിക്കുമ്പോൾ, കാതു തുറക്കുമ്പോൾ, നാവ് ചലിപ്പിക്കുമ്പോൾ, കൈകാലുകൾ അനക്കുമ്പോൾ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ചിന്തകൾ, ഇതെല്ലാം എന്റെ റബ്ബിന് ഇഷ്ടമുള്ളത് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നമ്മൾ തോൽക്കൂല. ലോകത്തെ വിജയത്തിന്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അർത്ഥവ്യത്യാസമില്ലാതെ, ആശയ വൈകല്യമില്ലാതെ, ശിർക്കിന്റെ കലർപ്പില്ലാതെ ശരിക്കും അല്ലാഹനെ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് മനസ്സിലേക്ക് ഇറക്കി വെച്ച് ആ ഈമാനിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിത യാത്രയിൽ അല്ലാഹനെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നെങ്കിൽ ദാറ്റ് ഈസ് ദി സീക്രട്ട് ഓഫ് സക്സസ്. വേറൊന്നുമല്ല. ജീവിതം വേറെ സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കുറെ കോടികൾ ഉണ്ടാക്കലല്ല സക്സസ്. സക്സസ് എന്താ തീരുമാനിക്കുന്നിടത്തും വേണം ചെറിയ എഡിറ്റിംഗ്. ഇവിടെ കുറെ ഫേമസ് ആകുക, ഇവിടെ കുറെ കാശുണ്ടാക്കുക, ഇവിടെ കുറെ അറിയപ്പെട്ടവനാകുക, അതൊരു നൈമിഷികമായ വിജയം മാത്രമാണ്. അത് കിട്ടിയ മരിച്ചുപോയ പല ആൾക്കാരുണ്ട് ദീന് കിട്ടാതെ. അവർ ഫേമസ് ആയിട്ട് മരിച്ചുപോയ ആൾക്കാരാ. പക്ഷെ എന്താണ് അവർക്കുണ്ടായത്? കോടികൾ ഉണ്ടാക്കിയിട്ട് മരിച്ചവരാ. ആരാണ് അവരെ ഓർക്കുന്നത്? ആരും ഓർക്കുന്നില്ല. എന്നാൽ ഓലമേഞ്ഞ മദീന പള്ളിയിൽ മുസല്ലയില്ലാത്ത മണലിൽ നെറ്റിവെച്ച് നമസ്കരിച്ച, അല്ലെ, കറുകറുത്ത ബിലാലും വെളുവെളുത്ത സൽമാൻ ഫാർസിയും ചരിത്രത്തിൽ ഇടം പിടിച്ചത് ദീനുകൊണ്ടാണ്. അതുകൊണ്ട് വിജയം എന്ന് പറയുന്നത് ഇവിടെ തൽക്കാലം 10-60 കൊല്ലം ഉഷാറാവുക എന്നുള്ളത് മാത്രമല്ല. ഏറ്റവും വലിയ വിജയം അത് സ്വർഗമാണ്. ആ സ്വർഗ വിജയം, അതിനു മുമ്പുള്ള ഖബറ്, അതിനു മുമ്പുള്ള ദുനിയാവ്, ഇവിടെയൊക്കെ നമുക്ക് വിജയം കിട്ടാൻ നമ്മൾ അല്ലാഹനെ സൂക്ഷിക്കാം. ചോദിക്കുന്നെങ്കിൽ അല്ലാഹനോട് ചോദിക്കാം. സഹായം തേടുന്നുവെങ്കിൽ അല്ലാഹനോട് മാത്രം സഹായം തേടുക. ആളുകളെല്ലാം ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അല്ലാഹ് തരാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരാൾക്കും തരാൻ കഴിയൂല. ആളുകളെല്ലാവരും നിനക്കെതിരെ ഉപദ്രവം ചെയ്യാൻ ചട്ടം കെട്ടി വളഞ്ഞിട്ട് ആക്രമിക്കാൻ എല്ലാവരും. ഒരു പോറൽ പോലും വരുത്താൻ അവർക്കാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹനെ സൂക്ഷിക്കാം. യാക്കൂബ് നബി പറഞ്ഞേ, അല്ലാഹയാണ് എന്റെ സംരക്ഷകൻ, എന്തിനെങ്കിലും കുഴപ്പമില്ല. ആ സംരക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കണം. പ്രവാചകന്മാരാരായിരുന്നു? അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ കുതിക്കുന്നവരായിരുന്നു. നിങ്ങളിൽ ഏറ്റവും അധികം പടച്ചോനെ പേടിക്കുന്നത് ഞാനാണ് നബി പറയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തഖ്വ പാലിക്കണം, ക്ഷമ അവലംബിക്കണം, ഈമാൻ ഉറപ്പിക്കണം. ഇൻ തംസസ്കും ഹസനതുൻ തസുഉഹും വഇൻ തുസിബകും സയ്യിഅതുൻ യഫ്റഹൂ ബിഹാ. നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടാവുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷിക്കാറ്. നിങ്ങൾക്ക് വല്ല ഗുണവും ലഭിക്കുമ്പോ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം.
എന്നിട്ട് അല്ലാഹു പറയുന്നത് നിങ്ങള് വഇൻ തസ്ബിറു വതത്തഖൂ ലാ യദുർറുകും കൈദുഹും ശൈആ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്. നിങ്ങൾ ക്ഷമിക്കാനും സൂക്ഷ്മത കാണിക്കാനും തയ്യാറാണോ? കേട്ടോളി, ലാ യദുർറുകും കൈദുഹും ശൈആ, അവരുടെ ഒരു തന്ത്രവും നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല. നിങ്ങൾ മുത്തഖികളാണോ? നിങ്ങൾ ക്ഷമിക്കുന്നവരാണോ? നിങ്ങൾക്കെതിരെ എന്ത് തന്ത്രം മെനഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കൂല. നിങ്ങൾ ആലോചിച്ച് ബേജാറ് തന്നെ വേണ്ട. അതുകൊണ്ട് തഖ്വയാണ് വിജയത്തിന്റെ നിദാനം, ഈമാനാണ് വിജയത്തിന്റെ നിദാനം. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഈമാനുള്ളവരാണോ നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാർ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. അതുകൊണ്ട് ആ ഈമാൻ അങ്ങോട്ട് പോവാ. മനസ്സിലായില്ലേ? പടച്ചോനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക, പടച്ചവന്റെ വിധിവിലക്കുകൾ അങ്ങേയറ്റം പാലിക്കുക. നമ്മുടെ ജീവിത നിർവഹണത്തിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ വിധാനങ്ങളിൽ, നമ്മുടെ കാഴ്ചകളിൽ, നമ്മുടെ കേൾവികളിൽ, നമ്മുടെ എല്ലാറ്റിലും, നമ്മുടെ സ്വകാര്യതയിൽ, നമ്മുടെ പരസ്യത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, എല്ലായിടത്തും പടച്ചോനെ സൂക്ഷിച്ചു. ഇന്നെന്താ? അല്ലാഹു സഹായിക്കും. ഇന്നല്ലാഹ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പമാണ് അള്ളാന്റെ കരുണയുള്ളത്. അള്ളാന്റെ കാരുണ്യം സഹായം കിട്ടണോ? നിങ്ങൾ മുഹ്സിനീങ്ങളാകണം, നിങ്ങൾ മുത്തഖികളാകണം, നിങ്ങൾ മുഖ്ലിസീങ്ങളാകണം, നിങ്ങൾ മുഅ്മിനീങ്ങളാകണം. ഈമാൻ, ഇഖ്ലാസ്. എന്ത് ചെയ്യണ്ടോ അതൊക്കെ പടച്ചോന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം. ഒരാളെയും കാട്ടാൻ വേണ്ടി ചെയ്യണ്ട, കാണുമെന്ന് പേടിച്ചിട്ട് ചെയ്യാതൊക്കെ വേണ്ട. രണ്ടിലും വരുന്നത് മനുഷ്യന്മാരാ. കാണാൻ വേണ്ടി ചെയ്താലും മനുഷ്യനാണ് ഇമ്പോർട്ടൻസ്, കാണുമോന്ന് പേടിച്ചിട്ട് ചെയ്യാതിരുന്നാലും ഇമ്പോർട്ടൻസ് മനുഷ്യനെ കൊടുക്കണേ. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. ആര് കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി, ആര് നല്ലത് പറഞ്ഞാലും ശരി, നല്ലത് പറഞ്ഞില്ലെങ്കിലും ശരി, എന്റെ റബ്ബിന് വേണ്ടി മാത്രം. ഇഖ്ലാസ്. എല്ലാ രംഗത്തും തഖ്വ പാലിക്കുക. ആളെ കാട്ടാനൊന്നല്ല. ചിലക്ക് ആൾക്കാരെ കാണുമ്പോ ഭയങ്കര ഒരു കോലം കെട്ടലും, ഭയങ്കര സലാം പറയലും, ഭയങ്കര ഭവ്യതയും, പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഔറത്ത് പ്രത്യേകമായിട്ട് മറക്കലും. ഇത് ആരെ കാട്ടാനാണ്? ആരെ ബോധിപ്പിക്കാനാണ്? മനുഷ്യന്മാരെ. ഈ മനുഷ്യന്മാരൊക്കെ ആരാ? ഓലക്ക് എന്നല്ലേ നാളെ മരിച്ചു പോകും. ഓല കയ്യടി ഇട്ടിട്ട് എന്ത് കാര്യം? ഓല ലൈക്കും കമന്റും കിട്ടിയിട്ട് എന്ത് കാര്യം? എല്ലാതും തകർന്ന് തരിപ്പണമായി നശിച്ച് മനുഷ്യൻ ഒരു ഉടുതുണി പോലും ഇല്ലാതെ അള്ളാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ജയിക്കണം. അതിനാകി ഉണ്ടാക്കാൻ ആൾക്കാരെ പ്രീതിക്കാൻ വേണ്ടി, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വിടുന്ന ആൾക്കാർക്ക് അവസ്ഥ എന്തിക്കാരം. അതുകൊണ്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി പടച്ച റബ്ബിന്റെ മാർഗത്തിനിടെ ഇറങ്ങിയാല് അള്ളാന്റെ റഹ്മത്ത് ഇഹ്സാൻ ചെയ്യുന്നവരുടെ ഒപ്പം ഉണ്ടാവുക. അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന اللهم اني اسالك العفو والعافيه في الدنيا والاخره اللهم اني اسالك العافيه في ديني ودنياي واهلي ومالي اللهم استر عوراتي وامن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي واعوذ بعظمتك ان اغتال من تحتي. എല്ലായിടത്തും എനിക്ക് ആഫിയത്ത് കൊണ്ടാ. പഠിച്ചോന്ന് പറയാം, അസ്ലിഹ് ലി ദീനി അസ്ലിഹ് ലി ദുനിയായ വഅസ്ലിഹ് ലി ആഖിറതി. ല്ലേ? ഒക്കെ പടച്ചവനോട് എന്റെ ദീനും എന്റെ ദുനിയാവും എന്റെ മരണവും എന്റെ ജീവിതവും എന്റെ മടക്കവും ഒക്കെ നന്നാക്കിക്കോ. പടച്ചവനോട് നല്ലൊരു ബന്ധം. ഞാൻ സത്യസന്ധമായി ചോദിക്കാം, എന്നോട് ചോദിക്കാണ്, നിങ്ങളോട് ചോദിക്കാം. 24 മണിക്കൂറിൽ നമ്മൾ അള്ളാഹ്ക്കായിട്ട് മാറ്റിവെക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കണം എത്ര സമയമുണ്ട്? നിസ്കാരത്തിന് പോലും നമ്മൾ ഫുൾ അള്ളാഹ് കൊടുത്തിട്ടില്ല. ഉണ്ടോ? നിസ്കാരത്തിന് പോലും നമ്മൾ പാതിയാണ്. പാതി മനസ്സ് പുറത്താ. അല്ലെ? പാതി മനസ്സ് പലതും ചിന്തിക്കണേ. നിഷ്കളങ്കമായി നിഷ്കപടമായി നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ എന്റെ 24 മണിക്കൂറിൽ എന്റെ റബ്ബുമായിട്ട് മനസ്സറിഞ്ഞ് സംവദിക്കാൻ, സംസാരിക്കാൻ ഞാൻ ഇത്ര സമയം മാറ്റിവെക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്താ ഈ നിസ്കരിച്ചിട്ടൊന്നൊരു സുഖവും കിട്ടില്ല. അതെന്തുകൊണ്ടാ? പൂർണ്ണമായിട്ട് നമ്മളയക്കണം കൊടുക്കണില്ല. പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട്, പക്ഷെ എത്താപ്പ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ചില ആൾക്കാര്. സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ മനസ്സും ശരീരവും ഒരുപോലെ പടച്ച റബ്ബിലേക്ക് അങ്ങോട്ട് കീഴൊതുങ്ങണം. അങ്ങേറ്റത്തെ വിനയത്തോടെയും ഭയഭക്തിയോടെയും പ്രതീക്ഷയോടെയും വേണം പടച്ചോണ്ട് പ്രാർത്ഥിക്കാൻ. പകുതി മനസ്സിൽ അല്ലെ സലാം വീട്ടില് എന്താണ്? ക്യാ ഹുവാ?
വെറുതെ പറയേണ്ട വാക്കല്ലത്. ഗാഫിലുൽ ലാഹുവായിട്ട്, അശ്രദ്ധനായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? ഒരു കാര്യമില്ല. തെക്കജി പറയണ വെക്കൂല. നമ്മളോട് പറഞ്ഞാൽ തന്നെ ഒരാൾ നമ്മളോട് അശ്രദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് എത്തജി പിച്ചിമയും പറഞ്ഞു വെച്ചൂടെ. ഈ പിച്ചിമയല്ലേ പലപ്പോഴും ദുആ അല്ലേ? പടപ്പുകളെ പേടിക്കുന്ന നമ്മള് പടച്ചോനെ പേടിക്കണ്ടോ? സത്യസന്ധമായി പടപ്പുകളുടെ മുന്നിൽ നമ്മൾ പലതും മറച്ചു വെക്കാനും പൂഴ്ത്തിവെക്കാനും നല്ല മുഖം കാഴ്ചവെക്കാൻ ശ്രമിക്കുമ്പോ അള്ളാനെ പേടിച്ചിട്ട് രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ എന്റെ റബ്ബിനെ അങ്ങേറ്റം പേടിക്കുന്ന ഒരാളാണ്. എത്ര ദൂരത്തേക്ക് നമ്മൾ യാത്ര പോകുന്നുണ്ട് അല്ലേ? ഒറ്റക്ക് കുറെ യാത്ര പോകുന്നുണ്ടാവും, ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടാവും. അതിലൊക്കെ നമ്മൾ പല കാര്യത്തിന് വേണ്ടി പോകുന്നുണ്ടാവും അല്ലെ? വീട്ടില് സ്ത്രീകള് എല്ലാവരും പോയാൽ ഒറ്റക്കാവുണ്ടാവും. ഭർത്താവ് ജോലിക്ക് പോയി, മക്കൾ സ്കൂളിലേക്ക് പോയി, പിന്നെ നമ്മൾ മാത്രം ആ വീടിനുള്ളിൽ ഒറ്റക്കാവുണ്ടാവും. ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടും യുവാക്കളോടും എല്ലാരോടും ചോദിക്കാണ്, മോളെ പാലിൽ വെള്ളം ചേർക്ക് മോളെ എന്ന് പറഞ്ഞപ്പോ പറ്റില്ല ഉമ്മ, പടച്ചോൻ കാണുന്നു പറഞ്ഞ ആ പട്ടിണി പാവങ്ങളായി ജീവിച്ച പാല് വിറ്റ് മാത്രം തന്റെ കുടുംബത്തിൽ വല്ല ഒരു റൊട്ടി തിന്നാൻ വകണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ആ കുടുംബം പോറ്റിയ ആ പാവപ്പെട്ട പെണ്ണിന്റെ, ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലുള്ള തഖ്വ ഞമ്മക്കുണ്ടോ? ഈ കണ്ട സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാതും യഥേഷ്ടം പടച്ചോ നമുക്ക് വാരി വിതറി ഇട്ട് തന്നിട്ട് അല്ലെ, ഈ ഭൂമിന്റെ മറ്റൊരു ഭാഗത്ത് ഫലസ്തീനിൽ ഒരു നേരം പോലും അവർക്കൊരു ആശ്വാസം, ഒരു സമാധാനമില്ല. എത്ര സ്വസ്ഥമായി, എത്ര സമാധാനമായി, എത്ര സൗകര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഴ കൊള്ളാത്ത വാഹനത്തിൽ യാത്ര ചെയ്ത് വയറു നിറച്ച് ഉണ്ടിട്ടാണ് നമ്മൾക്ക് ഈ പറയുന്ന ദീനും ഈ പറയുന്ന ദഅവത്തും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ ത്യാഗമായി കൊണ്ടെടുക്കുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വഹാബത്ത് ജീവിച്ച, പട്ടിണി സഹിച്ചുകൊണ്ട് മദീനക്ക് ചുറ്റും കിടങ്ങു കുഴിച്ച, വയറ്റത്ത് കല്ല് കെട്ടി വെച്ചിട്ട് അവർ ത്യാഗം സഹിച്ച അല്ലെ, മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ഈത്തപ്പഴ കുരു വായിലിട്ട് ചവച്ചിട്ട് വീണ്ടും അതിലേക്ക് തന്നെ വെച്ചിട്ട് കയ്യിലുള്ള വെള്ളം കുടിച്ചിട്ട് വിശപ്പ് അടക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ട് വയറിനെയും വായയെയും പറ്റിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ആ സ്വഹാബത്ത് അവരൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല നമ്മളൊക്കെ ജീവിക്കണ ഈ സൗകര്യങ്ങളും. ഇതൊക്കെ പടച്ചു നമുക്ക് തന്നിട്ട് നമ്മൾ ആരാണെന്നുള്ളത് ചിന്തിച്ചോളി. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ, നിങ്ങള് വെറും ദുനിയാവ് മാത്രമല്ലല്ലോ, മരിച്ച് പടച്ചോന്റെ മുമ്പ് ചെന്ന് നിൽക്കുമ്പോ നമുക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ ഒന്നും നേടിയില്ല. ഈ ദുനിയാവിന്റെ ഖീമത്ത് എന്ന് പറയുന്നത് എന്താ, നിങ്ങള് ഈ ജീവിതം കൊണ്ട് സ്വർഗം നേടലാണ്. എത്ര മനുഷ്യന്മാര് ഒരുപാട് പ്രാർത്ഥന കിട്ടി, ഒരുപാട് നന്മകൾ ചെയ്ത് നല്ല സമയത്ത് ഒരു മരിച്ചുപോയി അല്ലെ. മനുഷ്യന്മാർ നമ്മളെ അളവുകോലുകൾ വെച്ചിട്ട് പറയുമ്പോ തന്നെ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് അവരൊക്കെ മരിച്ചുപോയത്. സുഹൃത്തുക്കളെ, ഞമ്മക്കൊരു മരണല്ലേ, ഏതെങ്കിലും ഒരു വണ്ടിന്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീട്ടിൽ കടന്നുറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കണ സമയത്തോ എങ്ങനെയെങ്കിലൊക്കെ ഒരു മരണം ഞമ്മക്കുണ്ടാവില്ലേ? ആരുമില്ലാത്ത ഒറ്റക്കുള്ള ഒരു മരണം. അന്ന് നമുക്ക് ജയിക്കാനും വേണം. അന്നും ഒരു ആശ്വാസമാണ് സഹോദരന്മാരെ ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസം നമ്മൾ കൈമുതലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ പടച്ചവനോട് കൊടുക്കുക. അതാ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, അവരെന്താ ചെയ്തറിങ്ങള്, അവരെ വിറ്റു. എന്തിനു വിറ്റു? സ്വർഗത്തിനാണ് വിറ്റ്. അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി അവരെല്ലാം അങ്ങോട്ട് ത്യജിച്ചു. സമ്പത്തും ശരീരവും ആഗ്രഹങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പടച്ചോനും വേണ്ടിയിട്ട് സഹിച്ചു. ഹൃദയം പൊട്ടണ വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹ്ക്കും വേണ്ടി, സ്വർഗത്തിനും വേണ്ടി അവരെ വിട്ടു അല്ലെ. ആദ്യ ഹിജ്റ പോയതാരാ? അബൂ സലമയാണ്. ഉമ്മു സലമനെയും കൂട്ടി പോകുമ്പോ അതിർത്തിയിൽ തടഞ്ഞു വെച്ചിട്ട് ഉമ്മു സലമയുടെ കുടുംബക്കാർ പറഞ്ഞു, റുജുവാണേ പോയിക്കോ, ഞങ്ങൾ പെണ്ണിനെ കൊണ്ടാൻ പറ്റൂല. അബൂ സലമന്റെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞ്, ഉമ്മു സലമ മാത്രമാണ് നിങ്ങളത്, സലമ മകൻ സലമ ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണ്, അതുകൊണ്ട് മകനെ ഞങ്ങൾ കൊണ്ടുപോകും പറഞ്ഞു. മകനെയും ഭാര്യനെയും രണ്ടു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഒറ്റക്ക് പോയിക്കോ. ഇതിനൊക്കെ അതിജയിച്ചവരാണ് സഹോദരന്മാരെ സ്വർഗത്തിൽ മുൻകടന്നു പോയവർ. എത്താൻ നമുക്കുള്ള നമ്മളെ പേരും നമ്മളെ സർട്ടിഫിക്കറ്റും നമ്മളെ കാറും നമ്മളെ പൈസയും ആർക്കും വേണ്ടി, ആരെ കൊണ്ടുപോകുക?
അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. ഇതൊക്കെ ഒരു സീനത്താണ്, മനസ്സിലായോ? ഇതൊക്കെ ഒരു സീനത്താണ്. ഇവിടെ കിട്ടുന്നതൊക്കെ ഈ ദുനിയാവിന്റെ ഒരു അലങ്കാരം മാത്രമാണ്. അതുകൊണ്ട് അയിമ കെട്ടിമറിഞ്ഞാലേ ഇതന്നെ ഉണ്ടാവുള്ളൂ. മരിച്ചു വരുമ്പോൾ പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആശ്വാസം എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, മരിച്ചെന്ന് പരലോകത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ശരിക്കും ഈമാൻ ഉൾക്കൊള്ളാനും ആ ഈമാനിന്റെ പ്രകടനമായിട്ട് നമ്മുടെ ജീവിതം തഖ്വയുള്ളതാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നന്മകളാൽ അടുക്കുവാനും അള്ളാഹുവിന്റെ ദീനിനെ ദഅവ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് സഹായിക്കാനും മറ്റുള്ളവർക്ക് തണലാകാൻ, ആശ്രയമാകാൻ, കാവലാകാൻ, സുരക്ഷയാകാൻ ഒരു ജീവിതം പടച്ചോൻ ഞമ്മക്കട് തന്നിട്ട് നമ്മൾ കുറച്ചേരാണ് ജീവിച്ചാണ് മരിച്ചുപോയി എന്നത് മാറിയിട്ട് നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിനൊരു അടയാളങ്ങൾ ബാക്കി വെക്കാനും, നമ്മളൊക്കെ മരിക്കുമ്പോ പടച്ചോനെ ഇനി ഞാനെങ്ങനെ മരുന്ന് വാങ്ങാം, ഇനി ഞാനെങ്ങനെ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാം, എന്ത് നമ്മൾ കാട്ടുക എന്ന് ചോദിക്കാൻ മാത്രം അല്ലെ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ കൈത്താങ് കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ സുഹൃത്തുക്കളെ അതിജീവിച്ച് ജീവിത പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ആശങ്കകളെയും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും എല്ലാറ്റിനെയും അതിജയിക്കും. ആ അതിജയിക്കാൻ കരുത്തുള്ള സൂപ്പർ പവർ നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനുണ്ട്. അല്ലദീ ഹുവ ഇസ്മത്തു അംരി, നമ്മുടെ കാര്യത്തിന്റെ അവലംബമാണ് ആ ദീൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് അനുഗ്രഹമായി റഹ്മത്തായി നൽകിയ ഈ ദീനിനെ അതിന്റെ സമ്പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ ഒരു ലെവലേശം പോലും കാപഢ്യത്തിന്റെ അടയാളം കാണിക്കാതെ തഖ്വയെ പൂർണ്ണമായിട്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് ക്ഷമിച്ചും സഹിച്ചും നന്മയിൽ കുതിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൽമും ഈമാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകട്ടെ. നാം ഭയക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു നമ്മെ തൊട്ട് തടയുമാറാവട്ടെ. ദീനി ബോധമുള്ള സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമുക്ക് ലഭിച്ച ആരോഗ്യം, സമയം, സമ്പത്ത്, വീട്, കുടുംബം, ഈ സാമൂഹിക അന്തരീക്ഷം അല്ലാഹു എല്ലാറ്റിലും അഭിവൃദ്ധിയും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാന അന്തരീക്ഷം ഊട്ടിയുറപ്പിക്കുമാറാകട്ടെ. ഇവിടെ അനൈക്യവും ചിദ്രതയും കലാപവും വർഗീയതയും വിതച്ച് അധികാരത്തിൽ സ്ഥിരമായിരിക്കാൻ അജണ്ട മെനയുന്നവരുടെ അജണ്ടകളെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അവരുടെ തന്ത്രങ്ങൾ അല്ലാഹു അവരിലേക്ക് തിരിച്ചുവിടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. മനുഷ്യരക്തം കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത ഇസ്രായേലും അമേരിക്കയും അല്ലാഹു അവർക്ക് മനുഷ്യ ജീവന്റെ വില പഠിപ്പിക്കുമാറാവട്ടെ. അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ലോകത്തുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാന അന്തരീക്ഷം ഊട്ടി ഉറപ്പിക്കട്ടെ. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് എല്ലാവർക്കും ആശ്വാസം, സമാധാനവും ശിഫാഉൻ ആജിലും സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ലവരായി അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ, സ്വർഗക്കാരനായിരിക്കെ, പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടവനായിരിക്കെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മരണപ്പെട്ടാലും മരണങ്ങൾ മുറിക്കാത്ത അടയാളങ്ങൾ ബാക്കി വെച്ച് പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നിരവധി ദഅവാ പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. പീസ് റേഡിയോ ഉണ്ട്, നേർപഥമുണ്ട്. കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഒക്കെയുള്ള ദഅവാ സംരംഭങ്ങളുണ്ട്. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. പുതുതലമുറയെ നശിപ്പിക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങൾക്കെതിരെ നമ്മുടെ കൂട്ടായ്മ അതിശക്തമായ പഠനത്തോടെയും ചിന്തയോടെയും ആലോചനയോടെയും മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന് നിയമങ്ങൾ കാണിച്ച് പേടിപ്പിക്കാനും നിയമ നടപടികൾ എടുത്തുകൊണ്ട് പിന്നോട്ടടിപ്പിക്കാനും ബോധപൂർവം ശ്രമിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മുടെ കൂട്ടായ്മയ്ക്ക് ശക്തി പകരുമാറാവട്ടെ.
അതിന്റെ ആലോചനകളിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നേതാക്കന്മാർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും അല്ലാഹു ആയുരാരോഗ്യവും ആഫിയത്തും വിജയവും മനക്കരുത്തും നല്ല ബുദ്ധി കൂർമ്മതയും ഹിക്മത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.